ത്രിയേക ദൈവത്തിൻ്റെ ധന്യനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. വീണ്ടും ഏതാനും ആഴ്ചകൾക്ക് ശേഷം ഈ ആലയത്തിലായിരുന്നു കൊണ്ട് ഒരു മനപ്പെട്ട ഹൃദയങ്ങളോടെ ദൈവ സന്നിധിയിൽ ദൈവ ചിന്തകളുമായി ആത്മാവിന് പുതിയ ഉണർവും ഉന്മേഷവും പകരുവാൻ ദൈവം നമ്മെ അനുഗ്രഹിച്ച് അനുവദിച്ച കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കാം. ലോകപ്രകാരമുള്ള ഓട്ടങ്ങളിൽ മനുഷ്യൻ അവന്റെ ജീവിതങ്ങളെ ക്രമീകരിക്കുമ്പോൾ ഈ ധ്യാനമെന്ന വാക്കിന്റെ അർത്ഥം, റിട്രീറ്റ് എന്ന വാക്കിന്റെ അർത്ഥം മടങ്ങി വരവ് എന്ന് ആകുന്നുവല്ലോ. നമ്മുടെ ജീവിതങ്ങളിലേക്കൊന്ന് മടങ്ങി വരുവാൻ ദൈവം തന്ന ആയുസ്സിൽ, ആരോഗ്യത്തിൽ, ദൈവം തന്ന ജീവിതത്തിന്റെ നല്ല തലങ്ങളിൽ നിന്നുകൊണ്ട് ഒരു മടക്കയാത്ര നടത്തി ജീവിതത്തിൽ വന്നുപോയ സമസ്ത പാപങ്ങളെയും ഏറ്റുപറഞ്ഞ് വിശുദ്ധിയോടുകൂടി വിശുദ്ധന്റെ സന്നിധിയിലായിരിക്കാൻ നമ്മെ വിളിച്ചിരിക്കുന്നു എന്നുള്ള ബോധ്യവും നമുക്കുണ്ടാവണം. ലോകം അതിന്റെ മോഹങ്ങളിൽ, അതിന്റെ പ്രതാപങ്ങളിൽ മനുഷ്യനെ വിളിക്കുന്നു. ലോകം തരുന്ന ആസക്തികൾ മനുഷ്യ മനസ്സുകളെ മതിക്കുന്നു. ലോകം ചിലതിൻ്റെയൊക്കെ പിറകിൽ ഭ്രമിച്ചുകൊണ്ട് സംഹാരത്തിന്റെ മൂർത്തിമത് ഭാവത്തോടുകൂടെ നരകത്തിന്റെ പ്രത്യാശയോടെ ലോകം പലതിനെയും വിളിച്ചടുപ്പിക്കുന്നു. പക്ഷെ അവിടെ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുവാനും വ്യത്യസ്തമായി ദൈവത്തെ അറിയുവാനും ഈ ലോകങ്ങളുടെ പ്രതാപങ്ങൾക്ക് മുൻപാകെ നമ്മുടെ മനസാക്ഷി ഒന്ന് ദൈവസന്നിധിയിൽ കോർത്തിടുവാനും നമ്മുടെ ജീവിതങ്ങൾക്കൊരു മടങ്ങി വരവ് സംഭവിച്ചതുകൊണ്ട് ദൈവത്തിൽ കൂടുതലായി പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ജീവിതത്തിൽ ഒരു പുനർക്രമീകരണം നടത്തുവാനുള്ള അവസരമായി തീരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കറിയാം, ഒരു മഹാപരിശുദ്ധന്റെ സന്നിധിയിൽ തന്റെ ജീവിതം കൊണ്ട് ദൈവത്തെ അറിഞ്ഞ് ദൈവത്തെ കാണിച്ചു കൊടുത്ത് തന്റെ ജീവിതത്തിൽ ലോകത്തിന്റെ പ്രതാപങ്ങളുണ്ട് എങ്കിൽ പോലും ദൈവം എന്നുള്ളത് മാത്രം ആസ്വാദ്യമായി തീർന്ന മഹാപരിശുദ്ധനായ പരിമല പുണ്യവാൻ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ പുണ്യഭൂമിയിൽ നിൽക്കുമ്പോൾ എന്തുകൊണ്ട് ഈ വിശുദ്ധനെ പോലെ നമുക്ക് വിശുദ്ധന്മാരായി തീർന്നുകൂടാ? നമ്മെ പോലെ തന്നെ ദൈവ പദ്ധതിயின் പ്രകാരം ഭൂമിയിൽ അവതരിച്ച് ജനിച്ച് ജീവിച്ച് അമ്മയപ്പന്മാരുടെ സഹോദരങ്ങളുടെ സമൂഹത്തിന്റെ പല്ലാളങ്ങളൊക്കെ ഏറ്റുവാങ്ങി ലോകത്തിന്റെ മകനായി തീരാതെ ദൈവത്തിന്റെ മകനായി തീർന്ന് നമ്മുടെ എല്ലാം മനസ്സുകളിലും ജീവിതങ്ങളിലും ആത്മാവിലും വിശുദ്ധിയുടെ പരിമളം തൂകി നിൽക്കുന്ന പരിമള തിരുമേനിയെ പോലെ ഇന്ന് ഈ പിതാവ് ഒരു വെല്ലുവിളിയായി നമ്മുടെ മുൻപാകെ നിൽക്കുന്നു. എന്തുകൊണ്ട് നിങ്ങൾക്ക് എന്നെ പോലെ വിശുദ്ധന്മാരായി തീർന്നുകൂടാ? സഭയുടെ കെട്ടുപണി എന്ന് പറയുന്നതും ദൈവരാജ്യത്തിന്റെ പ്രശംസ എന്ന് പറയുന്നതും ഒരുപാട് വിശുദ്ധന്മാരും ശുദ്ധിമതികളും ഉണ്ടാവുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സഭ പറയുന്നത് ശ്ലീഹന്മാരും സഹദന്മാരും നിബിയന്മാരും ശുദ്ധിമാന്മാരും ശുദ്ധിമതികളുമെല്ലാം സഭയുടെ അടിത്തറകളാണ്. ക്രിസ്തുവെന്ന അടിസ്ഥാന ശിലയിൽ നിർമ്മിക്കപ്പെട്ട അടിത്തറകളാണ് ഈ വിശുദ്ധന്മാരും ശുദ്ധിമതികളും. അതുകൊണ്ട് തന്നെയാണ് സന്ധ്യാപ്രാർത്ഥനയിൽ നാം പാടുന്നത്, ഗള്ളരുധിരത്താൽ ധവളിമ ആർജിച്ചവർ, കഴുത്തിലെ രക്തം നൽകി വിശുദ്ധി വെണ്മയാർജിച്ച വിശുദ്ധന്മാരെന്ന് അവരെ പ്രകീർത്തിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം ഈ പരിശുദ്ധ ആലയത്തിൽ വരികയും അതോടൊപ്പം ഈ വിശുദ്ധന്റെ ഖബറിന്റെ സാന്നിധ്യം അറിഞ്ഞുകൊണ്ട് പരിമളം വിതറുന്ന പരിമലത്തിന്മയുടെ സന്നിധിയിൽ നിൽക്കുമ്പോൾ നമുക്ക് വിശുദ്ധന്മാരായി
വിശുദ്ധകളായി വളരുവാൻ സംഗതിയാകണം എന്നുള്ള പ്രാർത്ഥനയും ചിന്തയും മനസ്സിലുണ്ടാവണം. അതിലുപരിയായി ഒരുപക്ഷെ നമ്മുടെ മനസ്സിൽ ചിന്തിക്കാം, ചില ആവലാദികളും ചില പരാതികളും പരിഭവങ്ങളും എൻ്റെ ദുഃഖങ്ങളും ദുരന്തങ്ങളും മാത്രം ഇറക്കി വെക്കുന്ന ഒരു ഭാണ്ഡക്കെട്ടായി മാറുന്നുവെങ്കിൽ നമ്മുടെ ആത്മീകത വ്യർത്ഥമാണ്. തിരുവചനം പഠിപ്പിക്കുന്നുണ്ടല്ലോ, കഷ്ടങ്ങൾ സഹിക്കുവാൻ എന്നെ പഠിപ്പിക്കണം. ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രലോഭനങ്ങളും ദുഃഖങ്ങളും ദുരന്തങ്ങളും വരുമ്പോൾ ഈ സർവ്വതും സഹിക്കുവാനുള്ള ത്രാണി എനിക്ക് തരണമേ എന്നുള്ള പ്രാർത്ഥനയാണ് ഒരു ഭക്തന്റെ ലക്ഷണം. അത് തന്നെയാണ് പുണ്യവാനായ പരിമല തിരുമേനിയും തന്റെ ജീവിതം കൊണ്ട് കാണിച്ചത്. പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും കൊടുങ്കാറ്റ് തന്റെ ജീവിതത്തിൽ ആഴ്ഞ്ഞടിച്ചപ്പോൾ ഈ പുണ്യവാൻ സങ്കേതം കണ്ട് താനാകുന്ന നൗകയെ ഉറപ്പിച്ചത് ദൈവമെന്ന വലിയ വിശ്വാസത്തിലാണ്. അതുകൊണ്ട് കേവലം പരാതികളുടെ ഭാണ്ഡക്കെട്ടായി മാറാതെ സർവ്വതും സകലതും സഹിക്കുവാനുള്ള ത്രാണിയും ബുദ്ധിയും വിവേകവും ജ്ഞാനവും എനിക്ക് തരണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ഈ ആലയത്തിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ ഉയർത്താം. സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ടല്ലോ, എന്റെ കണ്ണ് ഞാൻ പർവ്വതത്തിലേക്ക് ഉയർത്തും, എന്റെ സഹായക്കാരൻ എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച യഹോവയുടെ സന്നിധിയിൽ നിന്നാകുന്നു. പർവ്വതം എന്ന് പറയുമ്പോൾ അതിന് വളരെ ഉയരം കൂടുതലാണ്, പർവ്വതങ്ങൾക്ക് വളരെ പൊക്കം കൂടുതലാണ്. എന്നാൽ മനുഷ്യന്റെ കണ്ണിന് നേരെ നിൽക്കുന്ന പർവ്വതങ്ങൾ ഒന്നും ഇല്ല. മനുഷ്യ നയനങ്ങൾ ഉയരങ്ങളിലേക്ക് ഉയർത്തപ്പെടണം. നമ്മുടെ ദൃഷ്ടിയെ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന തലങ്ങൾ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ആകാശവും ഭൂമിയും നിർമ്മിച്ച സഹായകനായ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അനുഗ്രഹത്തിന്റെ ഭണ്ഡാരം നമുക്കായി തുറക്കപ്പെടുകയുള്ളൂ. സ്നേഹിതരെ, അതുകൊണ്ട് ഗിരിയാകുന്ന ഉന്നത പർവ്വതമാകുന്ന ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മുടെ കണ്ണുകളെ നമുക്ക് ഉയർത്താം. അതുതന്നെയാണ് പിതാക്കന്മാരെ പഠിപ്പിച്ചത്. കർത്തൃപ്രാർത്ഥന ചൊല്ലുമ്പോൾ ദൃഷ്ടി മുകളിലേക്ക് ഉയർന്ന് നിന്റെ കരം സ്വർഗത്തിലേക്ക് വിരിച്ചുകൊണ്ട് ഞാൻ ഒന്നുമല്ല ഏതുമല്ല, നിന്റെ ദാനങ്ങളെ സ്വീകരിക്കുവാൻ മാത്രം എന്നെ ഒരുക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ കർത്തൃപ്രാർത്ഥന നാം ചൊല്ലുന്നത്. ആയതിനാൽ ഈ വിശുദ്ധമായ ദിവസത്തിന്റെ ധന്യതയും മഹത്വവും മനസ്സിലാക്കി നമുക്ക് ഈ ആരാധനയിൽ സംബന്ധിക്കുവാൻ പുണ്യവാനായ പരിമള തിരുമേനിയോടൊപ്പം നിന്നുകൊണ്ട് ഞങ്ങളെയും വിശുദ്ധന്മാരാക്കണമേ, ഞങ്ങളെയും വിശുദ്ധയാക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ഈ ധ്യാനത്തിലായിരിക്കാം. ദൈവാത്മാവേ നമ്മിൽ പറന്നിറങ്ങണമേ എന്നുള്ള പ്രാർത്ഥനയോടെ പ്രധാന ചിന്തയിലേക്ക് പ്രവേശിക്കട്ടെ. പുതിയ നിയമത്തിൽ നാം കാണുന്ന യൂദായുടെ ലേഖനം ആകെ ഒരു അധ്യായം മാത്രമേ അതിനുള്ളൂ. അതിന്റെ 11-ാമത്തെ വാക്യം വളരെ ശ്രദ്ധേയമായ ഒരു വാക്യമാണ്. ഇപ്രകാരം പറയുന്നു, അവർക്കയ്യോ കഷ്ടം, അവർ കായീന്റെ വഴിയിൽ നടക്കുകയും കൂലി കൊതിച്ച് ബിലെയാമിന്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും കോരഹിന്റെ മത്സരത്തിൽ നശിച്ചു പോവുകയും ചെയ്തു. യൂദായുടെ ലേഖനം എവിടെയാണ് എന്ന് കണ്ടുപിടിക്കുവാൻ ബുദ്ധിമുട്ടുന്നുണ്ട് എന്നുള്ളതും എനിക്കറിയാം. എന്നാലും ഒരു ക്ലൂ തരാം. വെളിപാട് പുസ്തകങ്ങൾക്ക് മുമ്പായി ഒന്ന് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കും. യൂദായുടെ ലേഖനം ആകെ ഒരു അധ്യായം മാത്രമേ ഉള്ളൂ. അതിന്റെ 11-ാമത്തെ വാക്യം, അവർക്കയ്യോ കഷ്ടം, അവർ കായീന്റെ വഴിയിൽ നടക്കുകയും കൂലി കൊതിച്ച് ബിലെയാമിന്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും കോരഹിന്റെ മത്സരത്തിൽ നശിച്ചു പോവുകയും ചെയ്തു.
നമുക്കറിയാം, യൂദ എന്ന ലേഖനകർത്താവിനെ പറ്റി ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഉണ്ടാകുന്ന യൂദ, അത് കർത്താവിനെ ഒറ്റിക്കൊടുത്ത യൂദ എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ പ്രതിപാദിക്കുന്ന യൂദ കർത്താവിന്റെ ശിശു സമൂഹത്തിൽ പെടുന്ന യൂദ അല്ല, കർത്താവിനെ ഒറ്റിക്കൊടുത്ത യൂദ അല്ല എന്നുള്ളത്. ഒന്നാമത്തെ വാക്യത്തിൽ തന്നെ ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്: യേശു ക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ എന്നാകുന്നു. യേശു ക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ. യാക്കോബിന്റെ സഹോദരനായ ഈ യൂദ എന്തുകൊണ്ട് പുതിയ നിയമത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് പഴയ നിയമത്തിന്റെ ചില കഥാപാത്രങ്ങളെ ആവിഷ്കരിച്ചുകൊണ്ട് ചില വിലക്കുകൾ അദ്ദേഹം ഏർപ്പെടുത്തുകയാണ്? പലപ്പോഴും പലരും പറയുന്ന ഒരു കാര്യമുണ്ട്: പഴയ നിയമം കഴിഞ്ഞു പോയതാണ്, പുതിയ നിയമം എന്നുള്ളതാണ് ഇന്നിൽ പ്രസക്തം എന്നുള്ളത്. എന്നാൽ പൗരസ്ത്യ സഭ പഠിപ്പിക്കും, പുതിയ നിയമവും പഴയ നിയമവും രണ്ടും കാലിക പ്രാധാന്യമുള്ളതായി ഇന്നിൽ സംസാരിക്കുവാൻ, ഇന്നിൽ വേദചിന്തകൾക്ക് ആവശ്യമായ കാര്യമാണ്. ഇവിടെ യൂദ എന്ന ലേഖനകർത്താവ് അദ്ദേഹം വളരെ മനോഹരമായി, അതിലുപരി കർക്കശമായ ചില ഭാവത്തോടു കൂടി ചില ശാസനകൾ ഏർപ്പെടുത്തുകയാണ്. അന്നത്തെ സമൂഹത്തിൽ ജീവിച്ചിരുന്ന ചില ജീവിതത്തിന്റെ ചുറ്റുപാടുകളോട്, ആ സമൂഹത്തിൽ അന്ന് നടമാടിയിരുന്ന ചില അക്രമങ്ങളോടും അനീതികളോടും, അന്നത്തെ കാലത്ത് സംഭവിച്ചു കൊണ്ടിരുന്ന ദൈവ നിന്ദയ്ക്ക് എതിരായി യൂദ ശക്തമായി സംസാരിക്കുകയാണ്. യൂദ ശക്തമായി സംസാരിക്കുവാൻ ഉപയോഗിക്കുന്ന കഥാപാത്രങ്ങൾ എന്നുള്ളത് പഴയ നിയമത്തിൽ കാണുന്ന തിന്മയുടെ പ്രതീകങ്ങളായ 3 കഥാപാത്രങ്ങളുടെ ആവിഷ്കരണമാണ്. എന്താണ് ഈ തിന്മയുടെ കഥാപാത്രങ്ങളെ യൂദ ആവിഷ്കരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, പഴയ നിയമത്തിൽ ദൈവത്തിനെതിരായി നിൽക്കുകയും ദൈവ കോപം വഹിച്ച് തന്നെത്താൻ നശിച്ചുപോയ ചില വ്യക്തിത്വങ്ങളെ ഒന്ന് കാണിക്കുകയും ചെയ്യുമ്പോൾ, നിങ്ങൾക്കും ഈ പഴയ നിയമത്തിൽ സംഭവിച്ച വ്യക്തികൾക്ക് സംഭവിച്ച പരാജയം ഒരിക്കലും ഉണ്ടാവരുത് എന്നുള്ള ആഗ്രഹത്തോടും അഭിലാഷത്തോടും കൂടിയാണ് യൂദ ഈ 3 കഥാപാത്രങ്ങളെ ആവിഷ്കരിക്കുന്നത്. എന്താണ് ഈ കഥാപാത്രങ്ങളുടെ പ്രത്യേകത? നമുക്കറിയാം, പഴയ നിയമത്തിൽ ദൈവത്തിന് എതിരായി നിന്നുകൊണ്ട് ദൈവത്തിന്റെ കോപം ഏറ്റുവാങ്ങി ദൈവ സംഹാരത്തിൽ അകപ്പെട്ടുപോയ വ്യക്തിത്വങ്ങളാണ് ഈ 3 കഥാപാത്രങ്ങൾ എന്നുള്ളത്. അത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടാവരുത് എന്നുള്ള ആഗ്രഹത്തോടു കൂടെയാണ് യൂദ ഈ ലേഖനം എഴുതുന്നത്. അധാർമിക ജീവിതം നയിക്കുന്നവരെയും സമ്പത്തിൽ സുഖിച്ചു പൊളച്ച് കൊല ദിവസം എന്ന പോലെ ജീവിതത്തെ ക്രമീകരിക്കുന്നവർക്കെതിരായി നിന്നുകൊണ്ട് നിശ്ചിതമായ ശബ്ദത്തോടുകൂടെ യൂദ സംസാരിക്കുന്ന കാര്യം, പ്രിയമുള്ളവരെ, 2000 വർഷങ്ങൾക്കപ്പുറം എഴുതപ്പെട്ട ഈ തിരുവചനത്തിന് ഇന്ന് നമ്മളോട് വല്ലതും സംസാരിക്കുവാനുണ്ടോ? ആധുനിക സമൂഹത്തോട്, സമകാലീന ചുറ്റുപാടുകളോട് 1000 വർഷങ്ങൾക്ക് ഉപരിയായി എഴുതപ്പെട്ട ഈ വിശുദ്ധ ഗ്രന്ഥത്തിന് നമ്മളോട് ചിലതെല്ലാം സംസാരിക്കുവാനുണ്ട്. പണ്ട് പുരാതന കാലങ്ങളിൽ കാണപ്പെട്ടിരുന്ന സംസ്കാരവും സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും നല്ല രാവും പകലും ആകുന്ന നല്ല തലങ്ങളെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് മനുഷ്യൻ ഇന്ന് രാത്രിയുടെ ആരാധന മാത്രം ഇഷ്ടപ്പെടുന്നു. എന്താണ് രാത്രിയുടെ ആരാധന? എന്താണ് അന്ധകാരത്തിന്റെ ആരാധന? തിന്മയുടെ ആരാധന ഇഷ്ടപ്പെടുന്ന മനുഷ്യനാണ്
ഇന്ന് ഉള്ളത്. ഒരു കാലഘട്ടത്തിൽ സർവ മനുഷ്യനും ഇഷ്ടപ്പെട്ടിരുന്നത് ദൈവത്തോടുള്ള ആരാധനയാണ്. എന്നാൽ ഇന്ന് ദൈവാരാധനയുമായി ഒപ്പം നിൽക്കുവാൻ പിശാചിന്റെ ആരാധന, ഡെവിൽസ് വർഷിപ്പ്, ബ്ലാക്ക് വർഷിപ്പ് എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. വേദപുസ്തകങ്ങളും വിശുദ്ധ കുർബാനകളും വേദഗ്രന്ഥങ്ങളുമൊക്കെ പരുഷമായ ഭാഷയിൽ മോശപ്പെട്ട ഇടങ്ങളിൽ അപകീർത്തിക്കപ്പെടുന്ന തലങ്ങൾ ഇന്ന് അന്ധകാരാരാധനയിൽ നാം കാണുന്നുണ്ട്. ഈ ആരാധനകളോട് എതിർത്തു നിൽക്കുവാൻ ഇന്നും ദൈവത്തിന്റെ ദൈവത്തിനും സാധ്യമാണ് എന്നുള്ളതിന്റെ പ്രത്യുത്തരമാണ് ഇന്നത്തെ ചിന്തയ്ക്ക് വിഷയഭവിക്കുന്ന വേദഭാഗം എന്നുള്ളത്. യൂദാ പറയുന്നു, അവരുടെ കാലഘട്ടത്തിൽ ആ ചുറ്റുപാടിൽ ജീവിച്ചിരുന്ന അധാർമികതയുള്ള ജനങ്ങൾ അധാർമികത വിട്ടുതിരിഞ്ഞ് വിശ്വാസത്തിൽ നിലനിൽക്കണം, വിശ്വാസത്തിൽ സ്ഥിരതയോടെ നിൽക്കണം എന്നുള്ള ഏക ബോധത്തിലാണ് യൂദാ പറയുന്നത്, ഈ വഴികൾ എല്ലാം നിങ്ങൾ വിട്ടുപിരിഞ്ഞ്. പണ്ട് പൂർവ്വപിതാക്കന്മാർക്ക് ഇങ്ങനെ ചില അപജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് സംഭവിക്കരുത്. പഴയ വഴികളെ ഉപേക്ഷിച്ച് പുതിയ വഴിയിലൂടെ പോകണം. പഴയ വഴികളെല്ലാം നിങ്ങൾ ഉപേക്ഷിച്ച് പുതിയ വഴിയിലൂടെ പോകണമെന്നുള്ള നിശിതമായ വിമർശനമാണ് യൂദായ്ക്ക് പറയുവാനുള്ളത്. അതുതന്നെ ഇന്ന് യൂദാ നമ്മളോടും പറയുന്നു. പഴയ വഴികൾ ഒരുപാട് നമ്മുടെ മനസ്സിലുണ്ട്. പഴമയുടെ ചിന്തകൾ ഒരുപാട് മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. അതിൽ നിന്നെല്ലാം വ്യത്യസ്തനായി നിന്നുകൊണ്ട് പുതിയ വഴിയിലൂടെ ജീവിക്കുവാൻ സാധിക്കണം. നിന്റെ മുൻപാകെ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണമെന്ന് എബ്രായ കർത്താവ് പറയുമ്പോൾ ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹം നിൽക്കുന്നുണ്ട്. നമ്മെപ്പറ്റി അറിയുന്ന നമ്മുടെ പൂർവ്വസൂരികളായ പിതാക്കന്മാർ നമ്മുടെ ചുറ്റും നിൽക്കുന്നത് കൊണ്ട് മുറുകെ പറ്റുന്ന പാപവും ഭാരവും വിട്ട് നിന്റെ മുൻപാകെ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണം. പ്രിയ സ്നേഹിതരെ, ഒരു കളിക്കളത്തിൽ അകപ്പെട്ടിരിക്കുന്നവരാണ് ഞാനും നിങ്ങളും. നാം എല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ട് ഓടുന്ന ജീവിതയാത്രയിൽ ആയിരിക്കുന്നു. ഇതിന്റെ ആത്യന്തികമായ ലക്ഷ്യം ദൈവമെന്ന ഭാവത്തോടെ, ദൈവമെന്ന സ്നേഹത്തോടെ, ദൈവമെന്ന സമാധാനത്തോടെ, ദൈവമെന്ന ധീരത്ത് ആയി തീർന്നുകൊണ്ട് കൃപയിൽ ശക്തിപ്പെടുക എന്നുള്ള പ്രബോധനം ആദ്യത്തെ വഴിയിലേക്ക് പ്രവേശിക്കട്ടെ. 3 വഴികളാണ് ഈ ലേഖനകർത്താവ് പറയുന്നത്. ഒന്നാമത് നാം കാണുന്നത് ഖായീന്റെ വഴി. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് എന്താണ് ഖായീന്റെ വഴി. ഉൽപ്പത്തി പുസ്തകത്തിൽ ലേഖനകർത്താവ് പ്രതിപാദിക്കുന്നു, ആദ്യ മാതാപിതാക്കളുടെ സന്തതികളായിരുന്നു കൊണ്ട് ഖായീനും ഹാബേലും, ഖായീൻ ഒരു കർഷകനും ഹാബേൽ ഒരു ആട്ടിടയനുമാകുന്നു. ഇരുവരും ദൈവം സ്വയമേ നിർമ്മിച്ച മനുഷ്യരുടെ മക്കൾ തന്നെയാകുന്നുവല്ലോ. എന്നാൽ ദൈവ കോപത്തിന് ഇരയായിത്തീരുന്ന വ്യക്തിത്വങ്ങൾ. രണ്ടുപേരും ദൈവസന്നിധിയിൽ വഴിപാട് കൊണ്ടുവരുന്നു. എന്നാൽ ഈ വഴിപാടിൽ, ഖായീന്റെ വഴിപാടിൽ തമ്പുരാൻ പ്രസാദിക്കാതെ ഹാബേലിന്റെ വഴിപാടിൽ തമ്പുരാൻ പ്രസാദിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പാടുന്നത്, വിശുദ്ധ കുർബാന പരസ്യമായി ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മളെല്ലാവരും ഏകസ്വരത്തിൽ പ്രാർത്ഥിക്കും, ഞങ്ങൾ അർപ്പിക്കുവാൻ പോകുന്ന ഈ വിശുദ്ധ കുർബാന, ഞങ്ങൾ നിന്റെ സന്നിധിയിൽ കഴിക്കുവാൻ പോകുന്ന ഈ പ്രാർത്ഥന എങ്ങനെ സ്വീകാര്യോഗ്യമാകണം. ഹാബേലിൻ കുഞ്ഞാടും നോഹിനുടെ കാഴ്ചയും അബ്രഹാമിന്റെ ബലിയും കൈക്കൊണ്ടതുപോലെ ഞങ്ങളുടെ വഴിപാടും യാഗവും കൈക്കൊള്ളണമേ. എന്താണ് ഖായീന്റെ ബലിയുടെ, ഖായീന്റെ കാഴ്ചയുടെ പ്രത്യേകത? എന്താണ് ഹാബേലിന്റെ കാഴ്ചയുടെ പ്രത്യേകത? രണ്ടുപേരും
ദൈവ കൽപ്പന അനുസരിച്ച്, ദൈവഹിതമനുസരിച്ച് കാഴ്ചകളുമായി ദൈവത്തിന്റെ സന്നിധിയിൽ വന്നു. രണ്ടുപേരും ദൈവസന്നിധിയിൽ ഒരുപോലെ വഴിപാട് കഴിച്ചു. പക്ഷേ കായീന്റെ വഴിപാടെന്ന് പറയുന്നത് അദൂനമുള്ള വഴിപാടായിരുന്നു. ഹാവേലിന്റെ വഴിപാടെന്ന് പറയുന്നത് ദൈവത്തിന്റെ സന്നിധിയിൽ ശ്രേഷ്ഠമുള്ളതും മേധസ്സുള്ളതും പുഷ്ടിയുള്ളതും കൂട്ടത്തിൽ ഏറ്റവും യോഗ്യമെന്ന് കണ്ടത് ഹാബേൽ ദൈവസന്നിധിയിൽ യാഗം കഴിച്ചു, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ കാഴ്ചവെച്ചു. ഈ കാഴ്ചകളുടെ വ്യത്യാസമാണ് നാം അറിയേണ്ടത്. ദൈവം തരുന്ന സാധ്യതകൾ, ദൈവം തരുന്ന നല്ല നല്ല ഫലങ്ങൾ, ദൈവം തരുന്ന സമ്പത്ത്, ദൈവം തരുന്ന മക്കൾ, ഇതെല്ലാം പലപ്പോഴും എന്റേത് എന്നുള്ള അവകാശത്തോടെ ഞാനും നിങ്ങളും കൈവശം വെച്ച് അനുഭവിക്കുകയാണ്. ഈ ലോകത്തിൽ നമ്മുടേതായിരിക്കുന്ന സർവ്വതും നമ്മുടെ എന്നുള്ള ലേബലോടുകൂടെ തന്നെ ഞാനും നിങ്ങളും ആസ്വദിക്കുന്നു, അനുഭവിക്കുന്നു എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത കൂടിയാണ്. എന്നാൽ ഇവിടെയാണ് തമ്പുരാന്റെ വലിയൊരു പ്രബോധനം ഈ സംഭവത്തിലൂടെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് പ്രവേശിക്കേണ്ടത്. നീ ദൈവസന്നിധിയിൽ ദൈവത്തിന് കൊടുക്കുമ്പോൾ നീ എന്ന ഉടമസ്ഥനല്ല, നീ എന്ന കാര്യസ്ഥൻ ഉടമസ്ഥന് കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. നീ ലോകത്തിന്റെ അവകാശിയല്ല, പിന്നെയോ കേവലം കാവൽക്കാരൻ മാത്രമാകുന്നു. ഈ ലോകപ്രകാരം ഇതിനെ സൂക്ഷിക്കുവാനുള്ള കാവൽക്കാരൻ മാത്രമാകുന്നു ഈ ഭൂമിയിൽ. ഇതിന്റെ സർവത്തിന്റെയും ഉടമസ്ഥൻ ദൈവമാകുമ്പോൾ തമ്പുരാന്റെ മുൻപിൽ ഉടമസ്ഥന്റെ സന്നിധിയിൽ കാര്യക്കാരൻ, കാര്യസ്ഥൻ ഏറ്റവും ശ്രേഷ്ഠമായത് കൊടുക്കുകയും ഇതിനെ പറ്റിയുള്ള കണക്കുകൾ കൃതകൃത്യതയോടെ ബോധിപ്പിക്കുകയും ചെയ്യണമെന്നുള്ളത് നമ്മൾ വിസ്മരിക്കുന്ന കാര്യമാണ്. എന്നാൽ ദൈവം എങ്ങനെയെങ്കിലും പ്രീതിപ്പെട്ടുകൊള്ളും. ദൈവത്തിന് മുൻപാകെ എന്തുവെങ്കിലും കൊടുത്താൽ മതി. ദൈവം ഇഷ്ടമുള്ളത് സ്വീകരിക്കും. ദൈവത്തിന് പ്രത്യേകതകൾ ഒന്നുമില്ല, സർവ്വതും ദൈവം തന്നതാണ് എന്നുള്ള ബോധ്യതയോടുകൂടെ കായീൻ ദൈവസന്നിധിയിൽ വരുമ്പോൾ കായീന്റെ വഴിപാടിൽ തമ്പുരാന് വിമർശനമാണ് ഉണ്ടാവുന്നത്. ദൈവത്തെ ഇഷ്ടമുള്ള രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട്, ദൈവത്തെ ഇഷ്ടമുള്ള രീതിയിൽ കാഴ്ചപ്പാടുകളോട് സമീപിക്കുമ്പോൾ ദൈവത്തിന് അത് പ്രീതികരമായി തീരുകയില്ല സ്നേഹിതരെ. എന്നാൽ ദൈവം തന്നിട്ടുള്ളതിൽ വെച്ച് ഒരുപക്ഷെ അധികം ഭൂമി ആയിരിക്കുകയില്ല, അധികം സമ്പത്തായിരിക്കുകയില്ല എനിക്ക് ദൈവം തന്നത്. ഒന്നുമില്ലാത്ത എനിക്ക് തന്നിരിക്കുന്നത് 2 മക്കളെ ആയിരിക്കും. ഒന്നുമില്ലാതിരിക്കുന്ന എനിക്ക് തന്നിരിക്കുന്നത് ജീവിതത്തിന് നല്ല സന്തോഷങ്ങളെ ആയിരിക്കും. അതെല്ലാം ഊനമില്ലാതെ, കുറവുകളില്ലാതെ, തികവോടെ, മേധസ്സോടെ, പുഷ്ടിയോടെ ദൈവസന്നിധിയിൽ കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. അതിനാണ് സഭ നൽകിയിരിക്കുന്ന അനുഗ്രഹീതമായ ഒരു പെരുന്നാൾ, ആദ്യ ഫലങ്ങളുടെ പെരുന്നാൾ. പഴയ നിയമ പുസ്തകങ്ങളിൽ കാണുന്നുണ്ടല്ലോ, നീ ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ ഊനമില്ലാത്തതും കുറവുള്ളാത്തതും മേധസ്സുള്ളതുമായതിനെ ദൈവസന്നിധിയിൽ നീ ആദ്യഫലമായി ദൈവത്തിന് കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ ആദ്യഫലത്തെ ദൈവം തമ്പുരാൻ സ്വീകരിച്ച് സ്വർഗത്തിന്റെ ഉന്നതങ്ങളിൽ നിന്ന് അനുഗ്രഹം ചാറൽ മഴ പോലെ നിന്റെ മേൽ പെയ്യും. അത് നമുക്ക് പലപ്പോഴും ഓർമ്മയില്ല. ദൈവം എന്നുള്ളത് ഒരു കബളിപ്പിക്കലിന്റെ ഭാഗമായിട്ട് പലപ്പോഴും മാറും. ദൈവം എന്നുള്ളതും ഈശ്വരബോധം എന്നുള്ളതും ചില വെറുമയുടെ പശ്ചാത്തലങ്ങളായി ചില സാഹചര്യങ്ങളിൽ മാറ്റപ്പെടുന്നു എന്നുള്ളത് നമ്മുടെ പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് അമ്മച്ചി കോഴിയെ അടവെക്കുമ്പോൾ 13 മുട്ട വെക്കും. 12 സഹത നോക്കിയാൽ 1 ഞാന് സഹതായിക്ക് തരാം. 13 അടവെച്ചാൽ 12 കോഴി വിരിഞ്ഞാൽ അത് ഒരു പ്രശ്നവുമില്ലാതെ വളർന്നു വന്നാൽ 1 കോഴി ആർക്ക് തരാം? സഹതായിക്ക് തരാം. സഹതായാണല്ലോ ഇതിന്റെ കാവൽക്കാരൻ. ഒരു വല്യമ്മച്ചിയും കൊച്ചുമകനും കൂടെ
പുതുപ്പള്ളി പള്ളിയിൽ പോയി. ഇവിടെ മനോഹരമായ സഹദായുടെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഈ വല്യമ്മച്ചി കൊച്ചുമകൻ കാണെ സഹദായെയും തൊട്ടു, പാമ്പിനെയും തൊട്ടു, അവിടെ നിന്ന് രാജ്ഞിയും തൊട്ട് കുരിശു വരച്ചു. ഇത് കണ്ടുകൊണ്ടിരുന്ന കൊച്ചുമകൻ വല്യമ്മച്ചിയോട് ചോദിച്ചു, എന്തിനാ അമ്മച്ചി എല്ലായിടത്തും തൊട്ട് കുരിശു വരച്ചത്? അമ്മച്ചിയുടെ പ്രതികരണം വളരെ രസകരമായിരുന്നു. അമ്മച്ചി പറഞ്ഞു, എടാ കുഞ്ഞേ, അനുഗ്രഹം എവിടുന്നാണ് വരുന്നതെന്ന് അറിയാൻ വയ്യായല്ലോ, അതുകൊണ്ടാണ് ഞാന് ഇങ്ങനെ ചെയ്തത്. നമ്മുടെ ആത്മീയ തലങ്ങൾ അങ്ങനെയാ. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ മനസ്സിലാക്കുന്ന അവസ്ഥകളൊക്കെ അങ്ങനെയാ. എപ്പോഴെവിടെ എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് ആർക്കും അറിവില്ല. പക്ഷെ ദൈവമുണ്ട്, ചോദിച്ചാൽ കിട്ടുമെന്നുള്ള ധാരണയും മനസ്സിലുണ്ട്. വ്യത്യസ്തമായ സാഹചര്യങ്ങളെ മനസ്സിലിട്ടുകൊണ്ട് ദൈവത്തെ കാണുവാൻ ശ്രമിക്കുമ്പോൾ യൂദാ പറയുന്നത് പോലെ അവർക്ക് എന്നുള്ളത് മാറ്റി ഇവർക്ക് അയ്യോ കഷ്ടം എന്ന് പറയുന്നതാവും നല്ലത്. അതുകൊണ്ട് കായീന്റെ വഴി എന്ന് പറയുന്നത് അത് ദൈവസന്നിധിയിൽ ഭംഗത്തോടു കൂടിയ ആരാധന നിർവഹിച്ചവനാ. ദൈവസന്നിധിയിൽ കാഴ്ച കൊണ്ടുവരുന്നത് അത് ഭംഗം വരുത്തുന്ന കാഴ്ചകളാണ്. ദൈവത്തെ പ്രീതിപ്പെടുത്തുന്ന കാഴ്ചകളല്ല കായീൻ കൊണ്ടുവരുന്നത്. എന്നാൽ സ്നേഹിതരെ, ഹാബേലിന്റെ കാഴ്ച ദൈവസന്നിധിയിൽ പ്രീതികരമായി തീർന്നതുപോലെ ദൈവസന്നിധിയിൽ ശ്രേഷ്ഠകരമായ കാഴ്ചകളോടെ കടന്നു വരുവാനും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠകരമായ കാഴ്ചകൾ സമർപ്പിക്കുവാനും നമുക്കിടയായി തീരുമ്പോൾ ഈ യൂദായുടെ നിശിതമായ വിമർശനം നമ്മുടെ ജീവിതങ്ങളിൽ നിന്ന് മാറ്റപ്പെട്ടു പോകും. നമുക്ക് കഷ്ടമുള്ള എന്നുള്ളത് മാറി സന്തോഷത്തിന്റെ ചില തലങ്ങൾ ഉണ്ടാവും എന്നുള്ളത് നാം പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക. രണ്ടാമത്, ഈ കായീന്റെ വഴിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അത് രക്തത്തിന്റെ വഴിയാ. കായീന്റെ കാഴ്ച എന്ന് പറയുന്നത്, അതിന്റെ അവസാനം എന്ന് പറയുന്നത് രക്തത്തിന്റെ വഴിയാ. രക്തം ചിന്തുന്ന വഴിയാണ് കായീന്റെ വഴി. ഏതാണെന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. സ്വന്തം കൂടപ്പുറപ്പിന്റെ യാഗത്തിൽ അല്ലെങ്കിൽ കാഴ്ചയിൽ തമ്പുരാന്റെ പ്രീതി വന്നപ്പോൾ അതിൽ അമർഷയും അസൂയയും പൂണ്ട് സ്വന്തം സഹോദരനെ കൊന്നുകളയുന്ന കായീനെ നമുക്കേവർക്കും പരിചിതമാണ്. രക്തച്ചൊരിച്ചിലാണ് കായീൻ കണ്ടെത്തിയ ഒരു ഉപാധി എന്നുള്ളത്. ഞാൻ ചോദിക്കട്ടെ സ്നേഹിതരെ, 2014 എന്നുള്ള ഈ വർഷം ദൈവം തന്ന ആയുസിന്റെ വലിപ്പം കൊണ്ട് ദൈവത്തിന്റെ മഹാദാനമാകുന്ന ഈ ഭൂമിയിൽ ആയിരുന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുവാൻ എന്നെയും നിങ്ങളെയും ദൈവം വിളിച്ച് വേർതിരിച്ച് ഈ ജീവിതത്തിന്റെ സൗഭാഗ്യങ്ങളെ തന്നിരിക്കുമ്പോൾ എന്തുകൊണ്ട് നമ്മുടെ ഈ കാലം, നമ്മുടെ ഈ ലോകം, നമ്മുടെ ഈ കൊച്ചു കേരളം പാപത്തിന് അടിമപ്പെട്ട് ജീവിക്കുന്നത്? കൊല്ലിനും കൊലപാതകത്തിനും പീഡനത്തിനും അധാർമിക ജീവിതങ്ങൾക്കും ഇന്ന് എന്തുകൊണ്ട് കേരളമെന്ന ഈ കൊച്ചു സംസ്ഥാനം രക്തത്തിന്റെ വഴികൾക്ക് വശംവദരായി തീരുന്നു? ദൈവം സ്നേഹിച്ച മനുഷ്യൻ, ദൈവം നിർമ്മിച്ച മനുഷ്യൻ, ദൈവത്തിന്റെ രൂപവും ആകൃതിയും ദൈവത്തിന്റെ ഭംഗിയും ദൈവത്തിന്റെ ശ്വാസവും കേൾവിയും ദൈവത്തിന്റെ ആകാരവും എല്ലാം കൊടുത്ത മനുഷ്യൻ എന്തുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ രക്തത്തിന്റെ വഴി ഇഷ്ടപ്പെടുന്നു? ചില വെട്ടിപ്പിടിക്കലുകൾ മനുഷ്യ ജീവിതങ്ങളിൽ സംജാതമാകുന്നു എന്നുള്ളത് നാം അറിയണം. സഹോദര സ്നേഹമില്ലാതെ പരസ്പരം മല്ലടിച്ചുകൊണ്ട് വന്യമൃഗങ്ങളെ പോലെ ജീവിതത്തെ എന്തുകൊണ്ട് മനുഷ്യൻ ക്രമീകരിക്കുന്നു എന്നുള്ളത് നാം അറിയണം. കായീന്റെ യാഗത്തിന്റെ പ്രത്യേകതയാണ്, കായീന്റെ വഴിപാടിന്റെ പ്രത്യേകതയാണ് അത്. കായീന് ദൈവത്തെയല്ല നോക്കിയത്, അവന്റെ മനസ്സിനെ നോക്കി അവൻ വഴിപാടർപ്പിച്ചു. എന്റെ മനസ്സിന് എനിക്കിഷ്ടപ്പെടുന്നത്
ഞാൻ ദൈവത്തിന് കൊടുത്തു. അങ്ങനെ ഒരു ചിന്താഗതി കായീൻ ഉണ്ടായപ്പോൾ കായീൻ കണ്ടെത്തിയത് അവൻ അനുഗ്രഹം പ്രാപിക്കേണ്ടതിന് പകരം ശാപം വഹിക്കുന്നവനായി തീരുന്നു. സ്വന്തം മനസ്സിന്റെ അളവുകോൽ കൊണ്ട് ദൈവത്തിന് കാഴ്ച കൊടുക്കാമെന്നുള്ള ധാരണ നമ്മുടെ മനസ്സിലുണ്ട് എങ്കിൽ നാം ഇഷ്ടപ്പെടുന്ന വഴി കായീന്റെ വഴിയാണ്, അത് രക്തത്തിന്റെ വഴിയാണ്. പലപ്പോഴും നമ്മിൽ സംഭവിക്കുന്നതും അതുതന്നെയാണ്. നമ്മുടെ മനസ്സിന്റെ അളവുകോലുകൾ കൊണ്ട് മാത്രം ദൈവത്തെ അറിയുവാനും നമ്മുടെ മനസ്സിന്റെ അളവുകോലുകൾ കൊണ്ട് മാത്രം ദൈവത്തിന് കാഴ്ച കൊടുക്കുവാനും ഇഷ്ടപ്പെടുമ്പോൾ പ്രിയമുള്ളവരെ, ദൈവം പ്രസാദിക്കുന്ന കാഴ്ച അതല്ല, ദൈവം ഇഷ്ടപ്പെടുന്ന കാഴ്ച അതല്ല. നാം പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ആടോ മാടോ ചെങ്ങാലിയോ കുറുപ്രാവിന്റെ കുഞ്ഞുങ്ങളെയോ അല്ല, 2 തുള്ളി കണ്ണുനീർ മാത്രം കാഴ്ചയായി ഞാൻ സമർപ്പിക്കുന്നു. പിതാക്കന്മാര് വീണ്ടും പഠിപ്പിക്കുന്നുണ്ട്, കർത്താവേ, എന്റെ 2 തുള്ളി കണ്ണുനീരും എന്റെ പ്രാർത്ഥനയും സുഗന്ധവർഗം പോലെ ആസ്വാദ്യമായി നിന്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കണമേ. ഇതെല്ലാം നമ്മുടെ മുൻപാകെ നിൽക്കുമ്പോൾ പ്രിയ സ്നേഹിതരെ, എങ്ങനെ നമുക്ക് നമ്മുടെ മനസ്സിന്റെ അളവുകോലിൽ ദൈവത്തെ അളക്കുവാൻ സാധിക്കും? എങ്ങനെ നമ്മുടെ മനസ്സിന്റെ അളവുകോൽ കൊണ്ട് മാത്രം ദൈവത്തിന് കാഴ്ചകൾ സമർപ്പിക്കുവാൻ സാധിക്കും? എന്നാൽ അതിൽ നിന്ന് വ്യതിചലിക്കുന്ന ഒരു ജീവിതം ഉണ്ടാവണം. അതിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുന്ന ഒരു ജീവിതക്രമം നമുക്കുണ്ടാവണം. എന്റെ മനസ്സിന്റെ അളവുകോലിനേക്കാൾ ഉപരി ദൈവം എന്നെ ഭൂമിയിൽ ആക്കി വെച്ച ജീവനും ജീവിതത്തിന്റെ പ്രതിഫലമായി എനിക്കുള്ള സർവ്വതും സകലതും ഞാൻ ദൈവത്തിനായിട്ട് സമർപ്പിക്കും. നമ്മൾ പാടാറുണ്ടല്ലോ അതിമനോഹരമായി, ഞാനെല്ലാം എൻ്റെ സർവ്വതും നിനക്കായിട്ട് സമർപ്പിക്കും, സർവ്വതും യേശുനാഥനായി സമർപ്പണം ചെയ്യുന്നു. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, മനസ്സിൽ ചങ്കിൽ കൈവച്ചുകൊണ്ട് ആത്മാർത്ഥതയോടെ പറയുവാൻ പറ്റുമോ, സർവ്വതും സകലതും സമ്പൂർണമായി ഞാൻ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നുവെന്ന് ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പറ്റത്തില്ല. ചില സ്വകാര്യ ജീവിതങ്ങളുടെ പിറകിൽ നമ്മുടെ മനസ്സുകളെല്ലാം ബന്ധിച്ചിരിക്കുക. ചില സ്വകാര്യതകളുടെ പിറകിൽ നമ്മെ ആക്കി വച്ചിരിക്കുകയാണ്. അത് എന്റേത് എന്നുള്ള ചിന്താഗതികളോടെ ജീവിക്കുമ്പോൾ നാം ചെയ്യുന്നത് നമ്മുടെ മനസ്സിന്റെ അളവുകോലുകൾ കൊണ്ട് ദൈവത്തെ അളക്കും. ചില സ്വകാര്യ സ്വത്തുക്കളുടെ പിറകിൽ നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുമ്പോൾ നാം തന്നെ അറിയാതെ നമ്മുടെ മനസ്സിന്റെ അളവുകൾ കൊണ്ട് ദൈവത്തിന്റെ കാഴ്ചകൾ കൊടുക്കും. എന്നാൽ മനസ്സ് തുറന്ന് മനസ്സിന്റെ അളവുകോലുകൾ ഒന്നുമില്ലാതെ, ഞാൻ പറഞ്ഞല്ലോ, ദൈവം തന്ന ഈ ജീവനും ജീവിതവും ദൈവത്തിന്റെ ദാനമാണ്. അതിന് പകരം കൊടുക്കുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും ഒന്നുമില്ല എന്നുള്ള ബോധവും ബോധ്യവും ഉണ്ടെങ്കിൽ മാത്രമേ മനസ്സ് തുറന്ന് അളവുകോലുകളെക്കാൾ ഉപരി പൂർണ്ണാത്മികതയിൽ പൂർണ്ണ വിശുദ്ധിയിൽ ദൈവത്തിന് യാഗം കഴിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. സഹോദര സ്നേഹം, മനസ്സ് തുറന്നുള്ള ആത്മാർത്ഥമായ യാഗം, വഴിപാട് ഇവ അർപ്പിക്കുമ്പോൾ മാത്രമേ നിന്റെ കൂടെ നിന്നുകൊണ്ട് നിനക്ക് വഴിപാട് അർപ്പിക്കുന്നത്, തമ്പുരാന് യാഗമർപ്പിക്കുന്നത് എന്റെ സഹോദരനാണ്, എന്റെ സമസൃഷ്ടിയാണ് എന്നുള്ള ബോധം ഉണ്ടാവുകയുള്ളൂ. കൂടെ ഇരിക്കുന്നത്, കൂടെയുള്ളത് എനിക്ക് പാപ്പരത്വം സൃഷ്ടിക്കുവാൻ വന്നവനാണ് എന്നുള്ള ബോധത്തോടു കൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. ഭാഗ്യസ്മരണാർഹനായ അഭിനന്ദി ഒസ്താദ്യോസ് തിരുമേനിയുടെ വാക്കുകൾ കടമെടുത്താൽ, ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കുന്ന അവനവനിസം എന്ന പ്രക്രിയയുടെ ഭാഗമായിട്ട് മാറുമ്പോൾ കൂടെ നിൽക്കുന്ന സഹോദരനെ കാണുവാനായിട്ട് കഴിയുകയില്ല. കൂടെ നിൽക്കുന്ന സഹോദരനെ കാണുവാൻ കഴിയാത്തപ്പോൾ ആ വഴി പലപ്പോഴും രക്തത്തിന്റെ വഴിയായിട്ട് മാറും. കൂടെ നിൽക്കുന്ന സഹോദരന്റെ മഹത്വം അറിയാതെ വരുമ്പോൾ, എന്റെ സഹോദരനാണ് വഴിപാടർപ്പിച്ച് യാഗമർപ്പിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ചതെന്ന് കായീനൊരു ബോധമുണ്ടായിരുന്നെങ്കിൽ കായീൻ ഒരിക്കലും ആബേലിനെ കൊല്ലുകയില്ലായിരുന്നു.
എന്നാൽ ഈ നൂറ്റാണ്ടിൽ, ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഞാനും നിങ്ങളും അറിയുന്നുണ്ട്, വീണ്ടും ഞാൻ ആവർത്തിക്കട്ടെ, ചില സ്വകാര്യ താല്പര്യങ്ങളുടെ വേണ്ടി സ്വകാര്യ തൽപരതകൾക്ക് വേണ്ടി പലപ്പോഴും സഹോദരങ്ങളെ കൊല്ലുന്ന കാഴ്ചകൾ, രക്തത്തിന്റെ വഴികൾ ഇന്നുമുണ്ട്. മാധ്യമങ്ങളിലൂടെ നമ്മുടെ മനസ്സും കണ്ണും ഓടിയാൽ നമുക്കറിയാം, അപ്പൻ മക്കളെ കൊല്ലുന്നു, മക്കൾ മാതാപിതാക്കളെ കൊല്ലുന്നു, മക്കൾ മാതാപിതാക്കളെ ഇറക്കി വിടുന്നു. ഈ അധാർമികതയുടെ കാഴ്ചകൾ നടക്കുന്നത് പലപ്പോഴും ചില സ്വകാര്യതകളുടെ പേരിലാണ്. മനസ്സുകൊണ്ട് ഈ സ്വകാര്യ സ്വത്തുക്കളെ അളന്നു കുറിക്കുമ്പോൾ, വ്യക്തിപരമായ ജീവിതങ്ങൾക്ക് വേണ്ടി ഈ സ്വകാര്യതകൾ മാറ്റിമറിയുമ്പോൾ നമ്മിൽ സംഭവിക്കുന്ന അപജയം എന്നുള്ളത് കൂടെ നിൽക്കുന്ന സഹോദരനേക്കാൾ ഉപരി അവന്റെ സ്വത്തിലും അവന്റെ വളർച്ചയിലും നമുക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമ്പോൾ നാം വെട്ടിയെടുക്കുന്ന പുതിയ വഴി എന്ന് പറയുന്നത് അത് രക്തത്തിന്റെ വഴിയാ, അത് പാപത്തിന്റെ വഴിയാ, അത് തിന്മയുടെ വഴിയാ. അത് തന്നെയാണ് 1 രാജാക്കന്മാരുടെ പുസ്തകം 21-ാം അധ്യായത്തിൽ നാം കണ്ടെത്തുന്ന ഇസ്രായേലിന്റെ പ്രബലനായ രാജാവ് ആഹാബ്, ഓമ്രിയുടെ പുത്രൻ, പ്രബലനായ രാജാവ്, സർവശക്തിയിലും സർവ ധനത്തിലും അനുഗ്രഹിക്കപ്പെട്ടവൻ. പക്ഷേ ഇസ്രായേലിനായ നാബോത്തിന്റെ ഒരേക്കർ മുന്തിരിത്തോട്ടത്തിന് വേണ്ടി അവൻ മോഹിച്ചു. ഇസ്രായേലിനായ നാബോത്തിനെ കല്ലെറിയിച്ചു കൊന്നു. അവസാനം തമ്പുരാന്റെ കോപം ആഹാബ് രാജാവും ഇസബേൽ രാജ്ഞിയും കണ്ടെത്തിയത് രക്തത്തിന്റെ വഴിയായിരുന്നു, കൊല്ലുന്നതിന്റെയും കൊലപാതകത്തിന്റെയും വഴിയായിരുന്നു. ഇതേ അധ്യായത്തിൽ പറയുന്നുണ്ട്, തമ്പുരാന്റെ കോപം ഇറങ്ങി ആഹാബിനോട് പറയുന്നുണ്ട്, ഇസ്രായേലിനായ നാബോത്തിന്റെ രക്തം നായ്ക്കൾ എവിടെ വെച്ച് നക്കിക്കളഞ്ഞുവോ അവിടെ വെച്ച് നിന്റെ രക്തവും നായ്ക്കൾ നക്കിക്കളയും. അതുകൊണ്ട് തീരുന്നില്ല, ഇസബേലിനോട് പറഞ്ഞു, മതിലിന്റെ അരികിൽ വെച്ച്, കോട്ടയുടെ അരികിൽ വെച്ച് നിന്റെ രക്തവും നായ്ക്കൾ നക്കിക്കളയും. അവിടെ കൊണ്ടും തീരുന്നില്ല, വീണ്ടും പറയുന്നു, നിന്റെ തലമുറയുടെ, നിന്റെ സന്തതികളുടെ രക്തം നായ്ക്കൾ പട്ടണത്തിൽ വെച്ച് നക്കിക്കളയും. പ്രിയമുള്ളവരെ, രക്തത്തിന്റെ വഴി ആഗ്രഹിക്കുന്നവരെ, രക്തവഴി ചിന്തിക്കുന്നവരെ തമ്പുരാൻ നിശിതമായി വിമർശിക്കുന്നു. നീ ചെയ്തതിന്റെ പ്രവൃത്തിയുടെ ഫലം നിനക്ക് ദൈവം തരും. അതുകൊണ്ടാ പഴമക്കാര് പറഞ്ഞത്, കൊടുത്താൽ കൊല്ലത്തും കിട്ടും. അവനവൻ ചെയ്ത പ്രവൃത്തിക്ക് തക്കതായി അവനവന് കിട്ടും. അത് തന്നെയാണ് വിശുദ്ധ കുർബാനയുടെ പ്രബോധനവും നമുക്കുള്ളത്. അവനവൻ ചെയ്ത പ്രവൃത്തികൾക്ക് ഒത്തവണ്ണം പ്രതിഫലം കൊടുക്കുന്ന ആ വലിയ നാളിലെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, ചൂള പോലെ കത്തുന്ന ഒരു ദിവസമുണ്ട്. സകല ദുഷ്ടന്മാരും ഛേദിക്കപ്പെട്ട് നരകത്തിന്റെ യാതനയ്ക്ക് വശംവദനായി തീരുന്ന ഒരു ദിവസമുണ്ട്. എന്നാൽ നിന്റെ കരുണ കണ്ടെത്തുവാൻ എന്നെ അനുവദിക്കണം. നിന്റെ കരുണയ്ക്ക് പാത്രീഭൂതനായി ജീവിക്കുവാൻ എന്നെ അനുവദിച്ച് അനുഗ്രഹിക്കണം. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, കർത്താവേ, എപ്പോഴോ എവിടെയോ എങ്ങനെയോ തിരുമനസ്സാകുന്ന പോലെ ഞങ്ങളെ നീ കാത്തുകൊള്ളണം. ഞങ്ങളുടെ ആരുടെയും ഇഷ്ടമല്ല. എപ്പോഴോ എവിടെ എങ്ങനെ ഞങ്ങൾക്ക് എന്ത് സംഭവിക്കും ഞങ്ങൾക്ക് ആർക്കും അറിയുകയില്ല. പാസ്റ്റ് ഈസ് പാസ്റ്റ്. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞുപോയി. നൗ വി ആർ ഇൻ പ്രസന്റ്. ഇപ്പോൾ നമ്മൾ പ്രസന്റിൽ ഇന്നായിരിക്കുന്നു. വി ഡോണ്ട് നോ വാട്ട് ഈസ് ദ ഫ്യൂച്ചർ. നമുക്കറിയില്ല ഭാവി നാളെ എന്താണ് എന്നുള്ളത്. അറിവില്ലായ്മയുടെ ഒരു ലോകത്ത് നാം ജീവിക്കുമ്പോൾ അറിവുണ്ട് എന്നുള്ള നാട്യതയോടുകൂടിയാണ് ജീവിക്കുന്നത്. ദൈവത്തെ പോലും സൃഷ്ടിക്കുവാൻ ശ്രമിക്കുന്ന ചുറ്റുപാടിലാണ് നമ്മളായിരിക്കുന്നത്. ആൾ ദൈവങ്ങളുടെ കോട്ടകളിലാണ് നാം ആയിരിക്കുന്നത്. ഇവിടെയെല്ലാം നാം ഒരുക്കുന്ന വഴി എന്ന് പറയുന്നത് അത് രക്തത്തിന്റെ വഴിയാണ്, ചോരയുടെ വഴിയാണ്. സ്നേഹിതരെ, ഇതാണ് ഖായീന്റെ വഴി. സഹോദരനെ തിരിച്ചറിവില്ലാതെ സഹോദരനെ കൊല്ലുന്ന, സ്വന്തം മനസ്സുകൊണ്ട് മാത്രം അളന്ന് ദൈവത്തിന് കാഴ്ച കൊടുക്കുന്ന ഒരു വ്യക്തിത്വം. ഈ വഴികളിലൂടെയുള്ള യാത്രയല്ല നമുക്ക് ഉണ്ടാവേണ്ടത്. ഈ വഴികളല്ല നമ്മുടെ വഴി എന്നുള്ളത്. പലപ്പോഴും നാം ചിന്തിക്കാം,
ഈ ലോകത്തിന്റെ ചുറ്റുപാടിലായിരിക്കുമ്പോൾ ഈ ലോകത്തിന്റെ പ്രതാപങ്ങളും ഈ ലോകത്തിന്റെ സർവ്വതും എന്റെ മുൻപാകെ നിൽക്കുന്ന ഒരു വലിയ സങ്കേതമെന്ന് തോന്നിയേക്കാം. പ്രശസ്ത ചിന്തകനായ സുകുമാർ അഴീക്കോട് മാഷ് അദ്ദേഹം വളരെ ശക്തമായിട്ട് പറയുന്നു, ഈ ലോകമെന്നുള്ളത് നിങ്ങളുടെ മുൻപിൽ നിങ്ങളെ മോഹിപ്പിക്കുന്ന ഒരു വസ്തുക്കളാണ്. നിങ്ങളെ മോഹിപ്പിക്കുന്ന ഈ വസ്തുതകളുടെ മുൻപാകെ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയണം, നിങ്ങൾ ഒരു കോമാളിയാണെന്നുള്ളത്. എന്താ കോമാളിയുടെ പ്രത്യേകത? മറ്റുള്ളവരെ ചിരിപ്പിക്കുക, മറ്റുള്ളവരുടെ മുൻപിൽ ഒരു പരിഹാസ രൂപേണ നിൽക്കുക എന്നുള്ളതാ. എന്നാൽ ഈ ലോകവും അത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഈ ലോകത്തിന്റെ മുൻപിൽ ഞാനും നിങ്ങളും ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് കേവലം കോമാളികളായിട്ടാണ്. ഈ ലോകത്തിന്റെ സർവമോഹങ്ങളെയും ആസക്തികളെയും ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ കോമാളികളായി നാം അവശേഷിക്കുകയാണ്. അതുകൊണ്ട് സ്വമനസ്സിനേക്കാൾ ഉപരി ദൈവത്തിന്റെ മനസ്സറിഞ്ഞ് ജീവിക്കുവാനും ദൈവത്തെ നമ്മുടെ മനസ്സുകൊണ്ട് മനസ്സിന്റെ അളവുകോലിൽ അളക്കാതെയും രക്തത്തിന്റെ വഴിയല്ല സഹോദര പ്രീതിയിൽ പ്രീതിപ്പെടുന്ന തമ്പുരാന്റെ വഴിയിലായിരിക്കാനും നമുക്ക് ഈ ദിവസങ്ങളും ജീവിതങ്ങളും ആവണം എന്നുള്ളത് നാം അറിയണം. പക്ഷേ അറിഞ്ഞോ അറിയാതെയോ ഞാനെന്ന ഭാവം ഭരിക്കുമ്പോൾ അത് പ്രശ്നമാണ്. അറിഞ്ഞോ അറിയാതെയോ ഞാൻ എനിക്ക് എന്റേതെന്നുള്ള ഭാവത്തോടെ ജീവിക്കുവാൻ തുടങ്ങുമ്പോൾ നാം പോകുന്ന വഴി എന്ന് പറയുന്നത് രക്തത്തിന്റെ വഴിയിലൂടെയാണ്. നാം കാണുന്നുണ്ട് ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം 26 അധ്യായം 33 വാക്യം ഇപ്രകാരം പ്രബോധിപ്പിക്കുന്നു, എല്ലാവരും നിങ്ങൾ ഇടറിയാലും ഞാൻ ഒരു നാളും ഇടറുകയില്ല. എല്ലാവരും നിങ്ങൾ ഇടറിയാലും ഞാൻ ഒരു നാളും ഇടറുകയില്ല എന്ന് ഭാഗ്യവാനായ പത്രോസ് ലീഹ പറയുകയാണ്. ക്രിസ്തു തന്റെ മരണത്തെ പറ്റി പറയുന്നു, സർവ്വ ശിഷ്യന്മാരും ഒന്നിച്ചു കൂടിയിരിക്കുകയാണ്. പത്രോസ് ലീഹ പറയുന്നു, ഇവിടെ ഇരിക്കുന്ന ഈ 11 പേര് നിന്നെ തള്ളിപ്പറഞ്ഞാലും ഞാൻ എന്ന വ്യക്തി ഒരിക്കലും നിന്നെ തള്ളിപ്പറയുകയില്ല. അപ്പോൾ പത്രോസ് കണ്ടെത്തിയത്, ഞാൻ എന്ന വ്യക്തി, എനിക്ക് ദൈവത്തെ അറിയാം, ദൈവത്തോട് ക്രിസ്തുവിന്റെ കൂടെ നടന്നവനാണ്, അവനെ പറ്റിയുള്ള ഗുരുഭക്തി എനിക്കുണ്ട്, അവനെ പിടിക്കുവാൻ വന്ന മഹാപുരോഹിതന്റെ ദാസന്റെ വലത് ചെവി അറുത്തു കളഞ്ഞവനാണ്, ഞാന് അപ്പോസ്തലന്മാരുടെ സമൂഹത്തിൽ മൂപ്പനാണ്, ഈ സർവ്വസ്ഥാനങ്ങളും അലങ്കരിക്കുന്ന ഞാൻ, എനിക്കറിയാം ക്രിസ്തു ആരാണ് എന്നുള്ളത്. അവിടെയാണ് പത്രോസിന്റെ കാല് ഇടർന്നത്. അവിടെയാണ് പത്രോസിന്റെ മനക്കോട്ട തകർന്നു പോകുന്നത്. ഞാൻ എന്ന ഭാവത്തിൽ സ്വയം അഹങ്കരിക്കുന്ന പത്രോസിന് അവസാനം ചെയ്യുന്നത്, ഈ അധ്യായം സമാപിക്കുമ്പോൾ നമുക്കറിയാം, അവൻ 3 പ്രാവശ്യം ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞു. ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി. വാതിൽ കാവൽക്കാരോട് പറഞ്ഞു, നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല, ബോധ്യമാകുന്നില്ല, ഞാൻ ആ മനുഷ്യന്റെ കൂടെ ഉള്ളവനല്ല എന്ന് പറഞ്ഞ് ക്രിസ്തുവിനെ ഉപേക്ഷിച്ച് പറയുന്ന, തള്ളിപ്പറയുന്ന പത്രോസ് ലീഹായെ കാണുന്നുണ്ട്. പക്ഷേ പത്രോസ് ലീഹായുടെ ഞാനെന്ന ഭാവത്തിന്റെ അഹന്തയും പ്രശംസയും വളർന്നപ്പോൾ സംഭവിച്ച പ്രശ്നമാണത്. എന്നാൽ ക്രിസ്തുവിന്റെ ഒരു നോട്ടം, ക്രിസ്തു ഒന്ന് നോക്കിയപ്പോൾ പത്രോസിന് മനസ്സിലായി തനിക്ക് പറ്റിയ അപജയം. ഞാനെന്ന ഭാവത്തോടെ നിഗളിച്ചപ്പോൾ പത്രോസിന് മനസ്സിലായി, ഞാൻ ഇവിടെ ഒന്നുമല്ല, ഞാൻ കണ്ടെത്തിയതും ഞാൻ അറിഞ്ഞതുമായ വഴി എന്നിൽ മാത്രം ചില അളവുകോലുകളാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. പക്ഷേ തമ്പുരാന്റെ നോട്ടം എന്റെ മനസ്സിനെ മതിക്കുന്നു. തമ്പുരാൻ നോക്കിയപ്പോൾ എനിക്ക് തിരിച്ചറിവുണ്ടായി, ഞാനല്ല വലുത്, തമ്പുരാനാണ് എന്നുള്ള ബോധ്യവും. ഈ ഒരു തിരിച്ചറിവാണ് നമുക്കുണ്ടാവേണ്ടത്. കാഴ്ചകളോടും ആദ്യഫലങ്ങളോടും ദൈവത്തിന്റെ സന്നിധിയിൽ വരുമ്പോൾ, തമ്പുരാനെ, എന്നേക്കാൾ മുന്നമേ നീ അറിയുന്നു, എന്റെ ഭാവി നിന്റെ കരങ്ങളിൽ സുരക്ഷിതം, നിന്റെ ഹൃദയം എന്റെ ഭാവിയോട് സംസാരിക്കുവാൻ ശക്തത ഉള്ളതാണ്. എന്നാൽ
ഞാൻ ഇതൊന്നും അറിയാതെ വരുമ്പോൾ എന്നോട് ക്ഷമിക്കണമേ, മാപ്പാക്കണമേ, ഞാൻ അർപ്പിക്കുന്ന കാഴ്ചകളെ സ്വീകരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിൽ ആവാം. അതുകൊണ്ട് സ്വന്തം മനസ്സുകൊണ്ട് ദൈവത്തെ അളക്കുന്ന വഴിയും രക്തം ചൊരിച്ചിലിന്റെ വഴിയും നമുക്ക് ഉപേക്ഷിക്കാം. സദൃശ്യവാക്യത്തിൽ ജ്ഞാനിയായ ശലോമോൻ 16-ാം അധ്യായം 18-ാം വാക്യം സദൃശ്യവാക്യങ്ങൾ പറയുകയാണ്, നാശത്തിന് മുമ്പേ ഗർവവും വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നത ഭാവവും. സദൃശ്യവാക്യം 16-18. നാശത്തിന് മുമ്പേ ഗർവവും വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നത ഭാവവും. 2014 എന്ന കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഒരുപക്ഷെ നാം ചിന്തിക്കുക, നാശത്തിന്റെ വഴി എന്നിലുണ്ടോ? ഞാൻ വീഴ്ചയ്ക്ക് മുമ്പാണോ നിൽക്കുന്നത് എന്നുള്ള ചിന്ത മനസ്സിൽ ഉണ്ടാവണം. എന്നാൽ നാശവും വീഴ്ചയും ഒക്കെ നമ്മുടെ മനസ്സിൽ ഒന്നുമല്ല, ഏതുമല്ല എന്നുള്ള ബോധത്തോടെ ജീവിക്കുമ്പോ ഈ പ്രബോധനങ്ങൾ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുകയില്ല. സർവജ്ഞാനമുള്ളവനായ ശലോമോനാണ് പറയുന്നത്, നാശത്തിന് മുമ്പേ നിനക്ക് ഗർവ ഉണ്ടാകും. കായീന്റെ ജീവിതത്തിലും അത് സംഭവിച്ചു. ശാപം വഹിക്കുവാനായിട്ട് പോവുകയാ, നാശത്തിന്റെ വക്കിലേക്ക് കായീൻ നീങ്ങുകയാ. പക്ഷെ അവിടെ കണ്ടെത്തിയത് തന്റെ സഹോദരനെ കൊല്ലണം, അവനെ കൊന്ന് രക്തത്തിന്റെ വഴി എനിക്ക് ഇഷ്ടപ്പെടണം. അത് മാത്രമല്ല, അവന്റെ വീഴ്ചയ്ക്ക് മുമ്പേ അവൻ ഉന്നത ഭാവം ഉണ്ടായിരുന്നു. കാരണം ഇഷ്ടമുള്ളത് എനിക്ക് ദൈവത്തിന് കൊടുത്താൽ മതി എന്നുള്ള ബോധവും ഇവനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കായീന്റെ വഴി നാശത്തിന്റെ വഴിയായി തീരുന്നത്, ഗർവിന്റെ വഴിയായി തീരുന്നത്. സ്നേഹിതരെ, ഈ ദിവസം ഈ വിശുദ്ധന്റെ ആലയത്തിലായിരുന്നു കൊണ്ട് ദൈവവചനങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുവാൻ കടന്നു വന്നിരിക്കുന്ന പാവപ്പെട്ടവരുമേ, നമ്മുടെ മനസ്സിന്റെ അളവുകോൽ കൊണ്ട് ദൈവത്തെ അളക്കുവാൻ നമുക്ക് ത്രാണിയില്ല. ദൈവം ആഗ്രഹിക്കുന്നത് ഞാനും നിങ്ങളും രക്തത്തിന്റെ വഴിയിലൂടെ പോകുവാനല്ല, സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും ശാന്തതയുടെയും സ്നേഹത്തിന്റെയും വഴിയിലൂടെ പോകുവാനാണ് തമ്പുരാൻ ആഗ്രഹിക്കുന്നത്. ലോകം പലത് കാണിച്ചുകൊണ്ട് നമ്മെ കോമാളികളാക്കും. 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധനായ അപ്രയം ഇപ്രകാരം പറയുന്നു. അപ്രയം അതിമനോഹരമായി സംഗീതങ്ങൾ എഴുതിയ വ്യക്തിയാണ്. അപ്രയമിന്റെ പ്രബോധനം ഇങ്ങനെയാണ്: ലോകം അതിന്റെ മോഹങ്ങളിൽ മനുഷ്യനെ അപഹരിക്കുന്നു, രാവിനെ രാത്രി അപഹരിക്കുന്നത് പോലെ. ലോകം അതിന്റെ മോഹങ്ങളാൽ മനുഷ്യനെ അപഹരിക്കുന്നു, പകലിനെ രാത്രി അപഹരിക്കുന്നത് പോലെ. പലപ്പോഴും രാത്രിയുടെ ജീവിതങ്ങൾ ഇഷ്ടപ്പെടുന്നു, തിന്മയുടെ ജീവിതങ്ങൾ ഇഷ്ടപ്പെടുന്നു. അതിൽ നിന്നെല്ലാം വ്യത്യസ്തനായി നിന്നുകൊണ്ട് ഭാഗ്യവാനായ പൗലോസ്ലീഹ 1 കൊരിന്ത്യർ 14-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നത് പോലെ, 1 കൊരിന്ത്യർ 14-ാം അധ്യായം 1-ാം വാക്യം, സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പീൻ. സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പീൻ. വറ്റി വരണ്ട ഭൂമി പോലെ, ഊഷര ഭൂമി പോലെ ഇന്ന് സ്നേഹത്തിന്റെ കുറവ് ഈ ഭൂമിയിലുണ്ട്. ഇന്ന് സ്നേഹത്തിന്റെ അഭാവം ഈ ഭൂമിയിലുണ്ട്. ഇവിടെയാണ് പൗലോസ്ലീഹ പറയുന്നത്, സ്നേഹം നിങ്ങൾക്കൊരു ആചരണമായിട്ട് മാറണം, സ്നേഹം നിങ്ങൾക്കൊരു ഉത്സവമായിട്ട് മാറണം, സ്നേഹം നിങ്ങൾക്കൊരു ചൈതന്യമായിട്ട് മാറണം. സ്നേഹത്തിലായിരിക്കുവാനും സ്നേഹം പുറപ്പെടുവിക്കുവാനും നമുക്ക് സാധ്യമുള്ള ജീവിതം ഉണ്ടാക്കിയെടുക്കുവാൻ ദൈവമേ അനുഗ്രഹിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ദൈവത്തെ പറ്റി 3 കാര്യങ്ങൾ കപ്പദോക്യൻ പിതാക്കന്മാർ പറയുന്നുണ്ട്. ഈ വേദഭാഗത്തെ വിവരിച്ചുകൊണ്ട് കപ്പദോക്യൻ പിതാക്കന്മാർ പറയുന്ന 3 കാര്യങ്ങൾ: ഒന്ന്, ഗോഡ് ഈസ് ഗുഡ് ഓൺലി. ദൈവം എന്നുള്ളത് നന്മ മാത്രമാണ്.
ഇപ്രകാരം പറയുന്നു. ശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 45-ാം വാക്യത്തിൽ, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവീൻ. ഗോഡ് ഈസ് ഗുഡ് ഒൺലി. ദൈവം എന്നത് നന്മ മാത്രം, നല്ലത് മാത്രം. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് സൽഗുണപൂർണരായിരിക്കുന്ന പോലെ നിങ്ങളും സൽഗുണപൂർണരാവണം. രണ്ടാമത് പറയുന്നു, ഗോഡ് ഈസ് ലവ് ഒൺലി. ദൈവം എന്നത് സ്നേഹം മാത്രമാകുന്നു. നാം കാണുന്നുണ്ട് തിരുവചനത്തിൽ ദൈവം സ്നേഹം തന്നെ. ദൈവം സ്നേഹം മാത്രമാകുന്നു. അഗാപ്പെ, നിസ്വാർത്ഥമായ സ്നേഹം, സ്വാർത്ഥതയില്ലാത്ത സ്നേഹം. മൂന്നാമത് പറയുന്നു, ഗോഡ് ഈസ് ട്രൂത്ത് ഒൺലി. 1 കൊരിന്ത്യർ 14:6 പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഐ ആം ദ വേ, ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ്. ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു. എന്തിനാണ് ദൈവത്തെ പറ്റി ഈ 3 കാര്യങ്ങൾ കപ്പദോക്യം പിതാക്കന്മാർ സൂചിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ ലോകത്തിന്റെ പ്രതാപങ്ങളും പ്രശസ്തികളും നിങ്ങൾക്ക് പലതും തരുമ്പോൾ, ഈ ലോകത്തിൽ കോമാളികളായി ജീവിക്കേണ്ടി വരുമ്പോൾ നാം അറിയേണ്ടുന്ന തിരിച്ചറിവാണ്, ദൈവമേ നീ നന്മ മാത്രമാകുന്നു, ദൈവമേ നീ സ്നേഹം മാത്രമാകുന്നു, ദൈവമേ നീ സത്യം മാത്രമാകി മാറുമ്പോൾ ഞാനും നന്മയും സത്യവും സ്നേഹവുമായി തീർന്നുകൊണ്ട് രക്തത്തിന്റെ വഴിയെ പോകാതെ, എന്റെ മനസ്സിന്റെ അളവുകോലുകൾ കൊണ്ട് ദൈവത്തെ അളക്കാതെ, പുണ്യവാനും പരിശുദ്ധനുമായ പരിമള തിരുമേനിയെ പോലെ വിശുദ്ധനായി തീരുവാൻ എന്നെ അനുവദിക്കണമേ എന്നുള്ള പ്രാർത്ഥന. അതാണ് ആരംഭത്തിൽ ആമുഖവാക്കുകൾ പറഞ്ഞല്ലോ, എനിക്ക് വിശുദ്ധന്മാരായി തീരണം. പരിമല പുണ്യവാനെ പോലെ ഒരുപാട് വിശുദ്ധന്മാരും ശുദ്ധിമതികളും ഉണ്ടാവണം. പരിമല തിരുമേനിയെ പോലെ ഒരുപാട് വിശുദ്ധ ജീവിതങ്ങൾ ഇനിയും ഭാവി ലോകത്തിന് ആവശ്യമാണ്, സഭയ്ക്ക് ആവശ്യമാണ്, നാടിന് ആവശ്യമാണ്, വ്യക്തി ജീവിതങ്ങൾക്ക് ആവശ്യമാണ്. എന്നാൽ പിശാചാകുന്ന കോമരങ്ങളെ സൃഷ്ടിക്കുവാൻ മാത്രമേ ഈ ലോകത്തിന് കഴിയുകയുള്ളൂ. അതുകൊണ്ട് ദൈവം തന്ന സർവത്തിലും സകലത്തിലും ദൈവസന്നിധിയിലായിരുന്നുകൊണ്ട് അനുഗ്രഹപൂർണമായ ജീവിതങ്ങളോടെ ദൈവമേ പരിപാലിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ആയിരിക്കാം. 1-ാമത്തെ ഭാഗത്തെ ഞാനിവിടെ ചുരുക്കട്ടെ. സ്വന്തം മനസ്സുകൊണ്ട്, സ്വന്തം മനസ്സിന്റെ അളവുകൾ കൊണ്ട് ദൈവത്തെ അളക്കരുത്. രക്തത്തിന്റെ വഴി നമുക്ക് ആവശ്യമില്ല. 2-ാമത്തെ ഭാഗത്ത് ഇപ്രകാരം യൂദ പറയുന്നു, അന്നത്തെ കാലഘട്ടത്തിൽ ഒന്നാമത് ഉപേക്ഷിക്കേണ്ട വഴി കായിന്റെ വഴിയാണെങ്കിൽ, രണ്ടാമത് നീ ഉപേക്ഷിക്കണം ബിലെയാമിന്റെ വഞ്ചന. ബിലെയാമിന്റെ വഞ്ചനയുടെ വഴി നീ ഉപേക്ഷിച്ചു കളയണം. ആദ്യത്തേത് കായിന്റെ വഴിയെങ്കിൽ, രണ്ടാമത് ഉപേക്ഷിക്ക ബിലെയാമിന്റെ വഞ്ചനയുടെ വഴി. ആരാണ് ബിലെയാം? സംഖ്യാപുസ്തകം 22-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ബിലെയാം ആരാണ് എന്നുള്ളതും അദ്ദേഹം എന്തു ചെയ്തു എന്നുള്ളതും പറയുന്നു. ഞാൻ സമയപരിമിതമായതുകൊണ്ട് അത് വിവരിക്കുന്നില്ല. പുറജാതികളുടെ പ്രവാചകനാകുന്നുവല്ലോ ബിലെയാം. പുറജാതികൾക്ക് വേണ്ടി ദൈവത്തിന്റെ അരുളപ്പാടുകളെ സ്വീകരിച്ച് പുറജാതികളെ ദൈവത്തിങ്കിലേക്ക് നടത്തുന്നവനാണ് ബിലെയാം പ്രവാചകൻ. ഇസ്രായേൽ ജനം മോവാബ് പ്രദേശത്ത് പാളയമടിച്ചപ്പോൾ മോവാബ് പ്രദേശത്തെ രാജാവായിരുന്ന ബാലാക്ക് അദ്ദേഹം പേടിച്ചു. ദൈവത്തിന്റെ ജനമാണ് ഇവിടെ വന്ന് പാളയമടിച്ചത്, എനിക്കൊരു ഭീഷണിയാകുമോ? ബാലാക്ക് രാജാവിനൊരു ബോധമുണ്ട്, ഇത് ദൈവത്തിന്റെ ജനമായതുകൊണ്ട് ഇവനെ ഒരിക്കലും എനിക്ക് തോൽപ്പിക്കുവാനായിട്ട് കഴിയുകയില്ല. അവസാനം അദ്ദേഹം കണ്ടെത്തിയ ആശ്രയം എന്ന് പറയുന്നത് ബിലെയാം പ്രവാചകനെയാണ്. ബിലെയാം പ്രവാചകൻ ആദ്യ 2 പ്രാവശ്യം ദൈവത്തോട് ആലോചന ചോദിച്ചു. ദൈവം പറഞ്ഞു, പോകണ്ട, ഇസ്രായേൽ ജനത്തെ ശപിക്കുവാനായിട്ട് നീ പോകണ്ട, ബാലാക്കിന് ഉപദേശം കൊടുക്കുവാനായിട്ട് നീ പോകണ്ട. 3-ാം പ്രാവശ്യം പോകുമ്പോൾ
കഴുതയ്ക്ക് കോപ്പിട്ട് ബിലെയാം പ്രവാചകൻ അതിൽ കയറി യാത്ര ചെയ്യുമ്പോൾ, മതിലിന് ഇടുക്കമുള്ള സ്ഥലത്ത് വരുമ്പോൾ ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുന്ന ദൈവദൂതനെ കണ്ട് ബിലെയാം സഞ്ചരിച്ചിരുന്ന കഴുത അവിടെ ഇരുന്നു. ബിലെയാമിന്റെ കാൽ ഞരങ്ങി. ബിലെയാം കഴുതയെ അടിച്ചു. കഴുത വാ തുറന്ന് സംസാരിക്കുന്നു, നീ എന്നെ അടിച്ചത് എന്തിന്? ബിലെയാം പ്രവാചകനോട് മിണ്ടാപ്രാണിയായ ഈ കഴുത ചോദിക്കുന്നു, നീ എന്നെ അടിച്ചത് എന്തിന്? സ്നേഹിതരെ, ഈ സമകാലീന ലോകത്തിൽ ഈ മിണ്ടാപ്രാണിയുടെ ചോദ്യം വളരെ പ്രസക്തമാണ്. ഇന്ന് മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് മൃഗത്തിന്റെ അത്ര പോലും വിവേകമില്ലാതെ ജീവിക്കുന്ന ചുറ്റുപാടാണ്. മനുഷ്യനേക്കാളിലും വിവേകം മൃഗത്തിനുണ്ട് എന്നുള്ളത് നാം അറിയണം. ഏതൊരു മൃഗത്തിനാണെങ്കിലും വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് സഹജീവികളെ ഉപദ്രവിക്കുവാൻ പോവുകയില്ല. അതിന് മതി എന്നൊരു ധാരണ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അത് വീണ്ടും പഴയ വഴിക്ക് ഇറങ്ങുകയില്ല. എന്നാൽ മനുഷ്യന്റെ മനസ്സിൽ നിന്നും മനുഷ്യന്റെ വായിൽ നിന്നും ഒരിക്കലും മതി എന്നൊരു പദം വരാത്തത് കൊണ്ട് മനുഷ്യന്റെ ജീവിതങ്ങളുടെ ക്രമീകരണം എന്ന് പറയുന്നത് പലപ്പോഴും മൃഗത്തെക്കാൾ വളരെ താഴ്ന്ന നിലവാരത്തിലാണ്. എങ്ങനെയും എന്റേതാക്കി തീർക്കണമെന്നുള്ള ചില വെട്ടിപ്പിടിക്കലുകളുടെ സ്വപ്നങ്ങളിലാണ് മനുഷ്യൻ ആയിരിക്കുന്നത്. ഇവിടെയാണ് നമുക്ക് താക്കീതായിട്ട് തമ്പുരാൻ പലപ്പോഴും ഊരിപ്പിടിച്ച വാളുമായി കഴുതയുടെ മുൻപാകെ ദൈവദൂതൻ നിന്നുവെങ്കിൽ ഈ ചുറ്റുപാടിൽ നമ്മോട് പല സൂചനകളും തമ്പുരാൻ തരുന്നുണ്ട്. രോഗങ്ങളായിട്ടും ദുഃഖങ്ങളായിട്ടും ദുരന്തങ്ങളായിട്ടും ഊരിപ്പിടിച്ച വാളുമായി ദൈവദൂതൻ നിൽക്കുന്നത് പോലെ ഈ ദുരന്തങ്ങളൊക്കെ നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോഴും നാം അറിയുന്നില്ല ഇത് ദൈവത്തിന്റെ ഒരു സൂചനയാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കില്ലാതെ പോകുന്നു. കടൽ ക്ഷോഭങ്ങൾ ഉണ്ടായപ്പോൾ അതൊരു സൂചനയാണ് തിരിച്ചറിയാതെ മനുഷ്യൻ അതിന് സുനാമി എന്ന് പേര് കൊടുത്ത് ഓമന പേര് വിളിച്ചു. ശക്തമായ കൊടുങ്കാറ്റടിച്ചപ്പോൾ അത് ദൈവം തരുന്ന ഒരു സൂചനയാണെന്ന് മനസ്സിലാക്കാതെ മനുഷ്യൻ അതിന് ഓമന പേരിട്ട് വിളിച്ചു, കത്രീന എന്ന് വിളിച്ചു. നിസ്സാരമൊരു കൊതുകിന്റെ മുൻപിൽ പകച്ചു നിൽക്കേണ്ടി വന്നപ്പോൾ മനുഷ്യൻ കൊതുക് പകർത്തുന്ന രോഗത്തിനും ഓരോമന പേര് വിളിച്ചു. ഡെങ്കിപ്പനി എന്നും ചിക്കൻ ഗുനിയ എന്നും പേരുകൾ വിളിച്ചു. ഒരുപാട് സൂചനകൾ തമ്പുരാൻ തരുമ്പോൾ നാം അറിയാതെ പോകുന്നു ഇത് ബിലെയാം പ്രവാചകന്റെ മുൻപാകെ നിന്ന ദൈവദൂതൻ ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുന്നു എന്നുള്ള ബോധ്യവും നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. കേവലം ഒരു മിണ്ടാപ്രാണിക്ക് അത് മനസ്സിലായി എങ്കിൽ എന്നെ കേൾക്കുന്ന ഇസ്രായേൽ ജനമേ, ദൈവത്തിന്റെ ജനമേ, ഇസ്രായേൽ ഗ്രഹമൊക്കെയും തിരിച്ചറിയണം. എന്തുകൊണ്ട് ഈ ലോകത്തിൽ ഈ തിന്മകളുടെ മുൻപാകെ ഞാൻ ജീവിക്കുമ്പോൾ ആ മിണ്ടാപ്രാണിക്കുണ്ടായ വിവേകം എനിക്കുണ്ടാവാത്തത്? ബുദ്ധിയും ശക്തിയും സൗന്ദര്യവും കാഴ്ചയും കേൾവിയും ശബ്ദവും ഹൃദയവും ജീവിതത്തിന്റെ സർവ്വതും സമസ്തവും ദൈവം എനിക്ക് തന്നപ്പോൾ എന്തുകൊണ്ട് ഈ മിണ്ടാപ്രാണിയെ പോലെ ഒരു തിരിച്ചറിവ് എനിക്ക് ദൈവത്തോടില്ല? അതൊരു ചോദ്യമാവണം. ഈ ചോദ്യങ്ങൾ ഇല്ലാതെ പോകുമ്പോഴാണ് ആദ്യമേ സൂചിപ്പിച്ചല്ലോ, ഈ ഭൂമി എന്ന് പറയുന്നത് രക്തനിലമായിട്ട് മാറും, അക്കൽദാമയായിട്ട് മാറും. തമ്പുരാനെ ഒറ്റിക്കൊടുത്തിട്ട് യൂദയുടെ പണം കൊണ്ട് വാങ്ങിച്ച രക്തനിലത്തിന് തുല്യമായി മാറും നമ്മുടെ ജീവിതവും മനസ്സുകളും. കുറ്റബോധം മനുഷ്യർക്കാർക്കുമില്ല. എനിക്കും നിങ്ങൾക്കും ചെയ്യുന്ന പ്രവൃത്തിയെ പറ്റി യാതൊരു ബോധമില്ല. മനുഷ്യൻ മൃഗതുല്യനായി നിർന്നുകൊണ്ട് ഭൂമിയിലുള്ളത് മാത്രം അന്വേഷിക്കുന്നു. ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ, എന്റെ കണ്ണെപ്പോഴും പർവ്വതങ്ങളിലേക്കിരിക്കണം. എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഇരുന്നെങ്കിൽ മാത്രമേ എന്റെ സഹായക്കാരൻ അവിടെ നിന്ന് വരികയുള്ളൂ. നമുക്കറിയാം, മനുഷ്യനെയും മൃഗത്തെയും ദൈവം നിർമ്മിച്ചപ്പോ മൃഗത്തിന്റെ പലതിന്റെയും ശിരസ് ദൈവം തമ്പുരാൻ കൊടുത്തത് താഴേക്കാ. എന്താ? നീ ഭൂമിയിലുള്ളത് മാത്രം അന്വേഷിച്ച് ഭക്ഷിച്ച് ജീവിച്ച് നടന്നാൽ മതി. എന്നാൽ നിവർന്നു നിൽക്കുവാനും
നമ്മുടെ ശിരസ്സുകൾ ദൈവത്തിലേക്ക് ഉയർത്തുവാനും ഭൂമിയിലുള്ളത് കാണുവാനും ഈ സർവ്വ സ്വാതന്ത്ര്യം ദൈവം തന്നപ്പോൾ നാം അറിയണം, സ്വർഗം എങ്ങനെ വിശുദ്ധമായിരിക്കുന്നുവോ അതുപോലെ ഈ ഭൂമിയും വിശുദ്ധമാവണം. നിന്റെ കാഴ്ചകളുടെ പ്രത്യേകത അങ്ങനെയായിരിക്കണം. സ്വർഗത്തിന്റെ വിശുദ്ധി പോലെ ഈ ഭൂമിയിൽ വിശുദ്ധമായ കാഴ്ചകൾ കാണുവാൻ നിനക്ക് കഴിയണം. അല്ലാത്ത പക്ഷം ഈ മുൻസൂചനകളോ ഒന്നും നമുക്ക് അറിവില്ലാതെ വരും സ്നേഹിതരെ. അപ്പോ ബിലെയാം പ്രവാചകൻ 3-ാം പ്രാവശ്യം ചെന്നു, ദൈവത്തെയൊക്കെ ലംഘിച്ച് ചെന്നിട്ട് പറഞ്ഞു, ബാലാക്ക് രാജാവിന് ബുദ്ധി പറഞ്ഞു കൊടുത്തു, ഇത് ദൈവത്തിന്റെ ജനമാ, ഇവരെ നമുക്കൊന്നും കൊണ്ടും വീഴ്ത്താൻ പറ്റത്തില്ല. ഇവരെ പരാജയപ്പെടുത്തണമെങ്കിൽ ഇവരുടെ ഇടയിൽ പാപം വരണം. ഇവര് പാപം ചെയ്തെങ്കിൽ മാത്രമേ ഇവരെ തോൽപ്പിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അങ്ങനെ ഇസ്രായേൽ ഗൃഹം മോവാബ് പ്രദേശവുമായി ഒന്നിച്ചു ചേർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ജീവിതത്തിന്റെ ക്രയവിക്രയങ്ങൾ നടന്ന് ജനം പരസംഗം ചെയ്തു. ജനത്തിൽ പാപം വന്നപ്പോൾ ബിലെയാം പ്രവാചകൻ ഇസ്രായേൽ ജനത്തെ ശപിച്ചു. അങ്ങനെ ബാലാക്ക് രാജാവിന് കുതന്ത്രം, കുബുദ്ധി, വഞ്ചന പറഞ്ഞു കൊടുത്തവനാണ് ബിലെയാം പ്രവാചകൻ. നാം ഒന്ന് അറിയേണ്ടുന്ന മറ്റൊരു കാര്യമുണ്ട്. പ്രവാചകന് ബോധവും ബോധ്യമുണ്ട്, ഈ ജനം ദൈവത്തിന്റെ ജനമായതുകൊണ്ട് ഇവരെ ശപിക്കുവാനായിട്ട് എനിക്ക് കഴിയുകയില്ല. ജനം പാപം ചെയ്തെങ്കിൽ മാത്രമേ അവരെ എനിക്ക് ശപിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, എന്നെയും നിങ്ങളെയും ഈ ഭൂമിയിൽ ആക്കിയിരിക്കുന്നത് ദൈവമാകുന്നുവെങ്കിൽ ഞാനും നിങ്ങളും ദൈവത്തിനുള്ളവരാ. ഞാനും നിങ്ങളും ദൈവത്തിന്റെ വക മാത്രമാണ്. പക്ഷെ എന്നെ നിങ്ങളെ ശപിക്കുവാൻ ആർക്കും അധികാരം ദൈവം കൊടുത്തിട്ടില്ല. നമ്മെ ശപിക്കുവാനായിട്ട് ആർക്കും അധികാരം കൊടുത്തിട്ടില്ല. നാമും ശപിക്കുവാൻ ദൈവം നമുക്ക് അധികാരം തന്നിട്ടില്ല. യാക്കോബ് ശ്ലീഹ പറയുന്നുണ്ട്, ഒരേ ഉറവയിൽ നിന്ന് കയ്പും മധുരവും പുറപ്പെടുമോ? ഒരേ ഉറവയിൽ നിന്ന് കയ്പും മധുരവും പുറപ്പെടുമോ എന്ന് ചോദിക്കുമ്പോൾ, അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ വാക്കുകൾ കൊണ്ട് നാം ചെയ്തിട്ടുണ്ട്, നീ ശപിക്കപ്പെട്ടവൻ, നീ മുടിഞ്ഞു പോകും, നീ നന്നാവില്ല, ഗുണം പിടിക്കില്ല എന്നുള്ള ഭാഷകൾ നമ്മുടെ വായിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതിന് അധികാരം തന്നത് ആരാണ്? അത് ദൈവസന്നിധിയിൽ കാട്ടുന്ന വഞ്ചനയാണ്. അതോടുകൂടെ തന്നെ നമ്മെ ശപിക്കുവാൻ ആർക്കും ദൈവം തമ്പുരാൻ അധികാരം കൊടുത്തിട്ടില്ല. നമുക്ക് ശാപമുണ്ടാകണമെങ്കിൽ ഒരു കാര്യം മാത്രം സംഭവിക്കണം, നമ്മിൽ പാപമുണ്ടാവണം. അതുതന്നെയാണ് പ്രവാചകൻ പറഞ്ഞത്, ഈ ജനം പാപം ചെയ്തെങ്കിൽ മാത്രമേ ഇവരെ എനിക്ക് ശപിക്കുവാൻ കഴിയുകയുള്ളൂ. അപ്പൊ ജനത്തിൽ പാപം വളർന്നെങ്കിൽ മാത്രമേ ശാപം ഉണ്ടാവുകയുള്ളൂ. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചല്ലോ, പ്രകൃതിക്ഷോഭങ്ങളും ദുരന്തങ്ങളൊക്കെ ഒക്കെ ഉണ്ടാകുമ്പോൾ മനുഷ്യൻ അറിവില്ല നടക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഇടയിൽ പാപം പെരുകുന്നുണ്ട്. പാപത്തിന്റെ കേദാരമായിട്ട് ഈ ഭൂമി മാറുന്നുണ്ട്. അതുകൊണ്ടാണ് ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും മക്കൾ മാതാപിതാക്കളെയും കൊല്ലുന്നത്. രാവിലെ എഴുന്നേറ്റ് വരുന്ന കൊച്ചുമകൻ വല്യമ്മയുടെ തല വെട്ടിക്കളയുന്നത്, മാതാപിതാക്കളുടെ കിടപ്പറ ദൃശ്യങ്ങൾ മൊബൈൽ ക്യാമറകൾ പകർത്തി കൂട്ടുകാരുമായി കണ്ടുരസിക്കുന്ന മക്കൾ ഉണ്ടാവുന്നത്, മക്കൾ ജന്മം കൊടുത്ത അപ്പനും അമ്മയ്ക്കും കന്നുകാലിക്കൂട് കിടപ്പറയാക്കി കൊടുക്കുന്നത്, സ്വന്തം അപ്പന്റെ ശരീരങ്ങൾ വെട്ടിമുറിച്ച് നാനാദിശകൾ കൊണ്ട് കുഴിച്ചിരുന്ന മക്കൾ ഉണ്ടാവുന്നത്, സെപ്റ്റിക് ടാങ്ക് തുറന്ന് ആസിഡൊഴിച്ച് അമ്മയെ കൊല്ലുന്ന മക്കൾ ഉണ്ടാവുന്നത്, ഇതെല്ലാം നടക്കുന്നത് ഈ ദൈവത്തിന്റെ പാദപീഠമായ ഈ ഭൂമിയിലാണ്. അതായത് പാപം പെരുകുമ്പോൾ നമ്മിൽ ശാപമുണ്ടാകുന്നു. പ്രവാചകന് ബോധമുണ്ട്, ഇത് ദൈവത്തിന്റെ ജനമായതുകൊണ്ട് ഇവരെ ശപിക്കുവാൻ എനിക്ക് കഴിയുകയില്ല. ഇവരെ ശപിക്കണമെങ്കിൽ പാപമുണ്ടാവണം. നമ്മിൽ നിന്ന് പാപം മാറ്റപ്പെട്ടു പോകട്ടെ, നമ്മിൽ നിന്ന് പാപം ദൂരെയാകട്ടെ. എന്തിന് ഞാനും നിങ്ങളും പാപത്തിന്റെ വക്താക്കളാകുന്നു? എന്തിന് പാപത്തിൽ നാം പ്രിയം വെക്കുന്നു? ജീവൻ ഒന്നേ ഉള്ളൂ, ജീവിതം ഒന്നേ ഉള്ളൂ. അത് ക്ഷണികമാണ്, നൈമിഷികമാണ്.
രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അരിഞ്ഞു വാടിപ്പോകുന്നു. അത്ര നൈമിഷികമായ ജീവിതത്തിൽ സ്നേഹിതരെ പാപത്തിൽ നിന്ന് പിന്തിരിയണം. പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് വിശുദ്ധന്മാരായി ജീവിക്കുവാൻ കഴിയുകയുള്ളൂ. അപ്പോ ബാലാക്ക് രാജാവിന് വഞ്ചനയുടെ വഴി പറഞ്ഞു കൊടുത്തതാണ് ബിലെയാം പ്രവാചകൻ. പക്ഷേ പ്രവാചകനെതിരെ ദൈവത്തിന്റെ കോപം നാം കാണുന്നുണ്ട്. പ്രവാചകന് ദൈവത്തിന്റെ നിശിതമായ വിമർശനങ്ങൾ നാം തിരുവചനത്തിൽ ധ്യാനിക്കുന്നുണ്ടല്ലോ. രണ്ടാമത്തെ ഭാഗത്തെ ഞാൻ ഇവിടെ ചുരുക്കുകയാണ്, സമയം പരിമിതമാകുന്നുവല്ലോ. ഇപ്പോൾ വഞ്ചനയുടെ വഴി ഉപേക്ഷിച്ചുകൊണ്ട് വഞ്ചിക്കപ്പെടാതിരിക്കാൻ നമുക്ക് കഴിയണം. നമുക്കറിയാം, ക്രിസ്തുവിനെ പോലും വഞ്ചിക്കുവാൻ നോക്കിയവനാണ് പിശാച്. പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിരുന്നവനെ വഞ്ചിക്കുവാൻ ഒരുമ്പെട്ടിറങ്ങിയ പിശാചിന് ദൈവ സൃഷ്ടിയെ സമീപിക്കുവാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ടാണ് പിതൃപുത്ര പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വിശുദ്ധ മാമോദീസായിൽ പട്ടക്കാരൻ ഒരു വിലക്ക് ഏർപ്പെടുത്തുന്നുണ്ട്. അശുദ്ധാത്മാവേ, നീ സമൂലം നിശേഷം വേഗത്തിൽ വിട്ടുമാറുക, മത്സരിക്കരുത്. ഇത് ദൈവ സൃഷ്ടിയാകുന്നു, പിശാചിന്റെ അധിവാസ സ്ഥലമല്ല. പിശാചിന്റെ പ്രവർത്തനം അതിക്രമമേറുമ്പോൾ മനുഷ്യൻ വഞ്ചകനായി തീരും. അതുകൊണ്ടാണ് കൂടെ കൊണ്ട് നടന്ന് സ്നേഹിച്ച് അമ്മയെ പോലെ തിബരിയാസ് കടൽ തീരത്ത് അപ്പവും മീനുമായി കാത്തിരുന്ന് ഒരുപാട് പേരെ സൗഖ്യപ്പെടുത്താൻ കൂടെ ഇരുന്ന് ഒരുപാട് സ്നേഹങ്ങൾ കൊടുത്തി ഏറ്റവും അവസാനം സ്വന്തം കൈകൾ കൊണ്ട് വിശുദ്ധ കുർബാന കൊടുത്ത യൂദ തമ്പുരാനെ വഞ്ചിച്ചത്. വഞ്ചനയുടെ ആത്മാവ് നഷ്ടമാവണം. സ്നേഹത്തിന്റെ തീ കത്തണം. പാപത്തിന്റെ ദുരന്തങ്ങൾ നമ്മിൽ നിന്ന് മാറ്റപ്പെട്ടു പോകണം. അതുകൊണ്ട് വഞ്ചനയല്ല സ്നേഹിതരെ. രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് ബിലെയാമിന്റെ വഞ്ചനയുടെ വഴിയാ. പാപം പെരുപ്പിക്കുന്ന വഞ്ചന, തിന്മ ജയിപ്പിക്കുന്ന വഞ്ചന, ഇതെല്ലാം ഉപേക്ഷിക്കുന്ന വഴിയുടെ ഭാഗമായിട്ട് നമുക്ക് തീരണം. മൂന്നാമത്തെ വഴി എന്ന് പറയുന്നത് കോരഹിന്റെ മത്സരത്തിന്റെ വഴിയാ. ഒന്നാമത്തെ വഴി കായീന്റെ വഴി, അത് മനസ്സുകൊണ്ട് സ്വമനസ്സുകൊണ്ട് ദൈവത്തെ അളക്കുന്ന വഴി, അല്ലെങ്കിൽ രക്തത്തിന്റെ വഴി. രണ്ടാമത്തെ വഴി ബിലെയാമിന്റെ വഞ്ചനയുടെ വഴി, പാപം പ്രവർത്തിക്കുവാൻ വഞ്ചന കൂട്ടുപിടിക്കുന്ന വഴി. മൂന്നാമത്തെ വഴി എന്ന് പറയുന്നത് കോരഹിന്റെ മത്സരത്തിന്റെ വഴി. എന്തായിരുന്നു കോരഹിന്റെ മത്സരം? ദാഥാൻ, അബീരാം, ദാൻ എന്ന് പറയുന്ന ഒരു സംഘം കോരഹുമായി ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തിന്റെ പുരോഹിതന്മാരായ മോശയ്ക്കും അഹ്റോനുമെതിരെ പിറുപിറുക്കുകയാണ്. ഞങ്ങൾക്കും അവകാശമുണ്ട്, നിനക്ക് മാത്രമല്ല ധൂപാർപ്പണം നിർവഹിക്കുവാൻ, ദൈവത്തിന് ധൂപം കരയേറ്റുവാൻ അവകാശമുള്ളത്, ഞങ്ങൾക്കും അവകാശമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ പുരോഹിതന്മാർക്കെതിരെ, അഭിഷിക്തന്മാർക്കെതിരെ പിറുപിറുക്കുന്ന ഒരു സമൂഹം. ഇവിടെ ദൈവം തമ്പുരാൻ പറയുന്നുണ്ട്, മോശയോടും അഹ്റോനോടും പറയുന്നു, നിങ്ങൾ ഇവിടെ നിന്ന് മാറി നിൽക്കുക. കോരഹും കൂടെ ഏകദേശം 250 പേരും കൂട്ടുപിടിച്ചുകൊണ്ട് ഈ പുരോഹിതന്മാർക്കെതിരെ നിൽക്കുമ്പോൾ, പിറുപിറുപ്പോടെ നിൽക്കുമ്പോൾ തമ്പുരാൻ പറയുന്നു, മോശയോടും അഹ്റോനോടും പറയുന്നു, നിങ്ങൾ ഇവിടെ നിന്ന് ദൂരേക്ക് മാറി നിൽക്കണം. അവര് മാറി നിന്നു. അവര് കാണുന്ന കാഴ്ച, ഭൂമി പിളർന്ന് കോരഹിനെയും സംഘത്തെയും വിഴുങ്ങിക്കളഞ്ഞു. ഭൂമിയുടെ പിളർപ്പിൽ ഇവരായി തീർന്നു സ്നേഹിതരെ. അതുകൊണ്ട് നമ്മുടെ ജീവിതം കൊണ്ട് നാം അറിയണം, പിറുപിറുപ്പിന്റെ ജീവിത ശൈലികൾ നമുക്ക് തരുന്നത് പലപ്പോഴും ഭൂമിയുടെ അഗാധ ഗർത്തങ്ങളിലേക്ക് നമ്മൾ താണിറങ്ങുകയാണ്. സന്തുഷ്ടിയുള്ള ജീവിതമാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ജീവിതത്തിന്റെ ഏത് തലത്തിലായിരുന്നാലും പിറുപിറുപ്പുകൾ ഉപേക്ഷിച്ച്
ദൈവം കൊടുത്ത അനുഭവങ്ങളും സാഹചര്യങ്ങളും ഇവർക്കുണ്ടായിരുന്നു. പക്ഷേ ഇവർ പിറുപിറുപ്പോടെ ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്നപ്പോൾ, പ്രത്യേകിച്ച് പൗരോഹിത്യത്തിനെതിരായി പിറുപിറുപ്പോടെ ജീവിക്കുന്ന സാക്ഷ്യം എന്താണ്, പൗരോഹിത്യം എന്നുള്ളതും വിശുദ്ധ ജീവിതം എന്താണ് എന്നുള്ളതും നമുക്കറിയാം. പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാണ്. പുരോഹിതനിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ പറയട്ടെ, പൗരോഹിത്യം എന്ന് പറയുന്നത് അത് വിശുദ്ധമാണ്, അത് ദൈവം കൊടുത്തതാണ്. സമാപന കൂടാരത്തിൽ ദൈവത്തിന് യാഗമർപ്പിക്കുവാൻ, ദൈവത്തിന് ധൂപമർപ്പിക്കുവാൻ മോശയ്ക്കും അഹരോനും ദൈവം അനുവാദം കൊടുത്തു എങ്കിൽ അത് ദൈവത്തിൽ വന്ന അധികാരമാണ് എന്നുള്ളത് നാം അറിയണം. അതുകൊണ്ട് പിറുപിറുപ്പുള്ള ഒരു ജീവിതമല്ല, അതിൽ നിന്ന് വ്യത്യസ്തമായി നിന്നുകൊണ്ട് സന്തോഷത്തിന്റെയും ഉള്ളതിൽ തൃപ്തനായിരിക്കുവാൻ ദൈവം തന്ന അനുഗ്രഹങ്ങളെ അസൂയായിട്ടും നാശമായിട്ടും ജീവിതത്തിന്റെ മറ്റു തലങ്ങളിലേക്ക് നാം ആക്കി തീർക്കാതെ ദൈവത്തോടൊപ്പമുള്ള ഒരു സമത്വത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ജീവിക്കുവാൻ ദൈവമേ അനുവദിക്കണം, അനുഗ്രഹിക്കണം എന്നുള്ള പ്രാർത്ഥന നമുക്കുണ്ടാവണം. സമയമായതുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കട്ടെ. യൂദാ പറയുന്നു, അവർക്ക് അയ്യോ കഷ്ടം. ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സമൂഹത്തിന്റെ തിന്മയ്ക്കെതിരെ യൂദാ ശബ്ദമുയർത്തി. പുതിയ നിയമത്തിൽ, പഴയ നിയമത്തിലെ 3 വ്യക്തികളെ സൂചിപ്പിച്ചുകൊണ്ട് പ്രബോധിപ്പിച്ചുവെങ്കിൽ, ഈ സമകാല ലോകത്തിലായിരിക്കുമ്പോൾ തെറ്റുകളെ വിമർശിക്കുവാൻ ഞാനും നിങ്ങളും പ്രവാചക തുല്യമായി എഴുന്നേൽക്കണം. കോരഹിന്റെ വഴി നമുക്ക് വേണ്ട, കൈയിന്റെ വഴി നമുക്ക് വേണ്ട. നമുക്ക് ദൈവത്തെ മനസ്സുകൊണ്ട് അളക്കാതെ ബുദ്ധിയും ജീവനും ജീവിതവും ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് രക്തവഴിയല്ല ദൈവത്തിന്റെ വഴിയിൽ ജീവിക്കുവാൻ സാധ്യമായിട്ട് തീരണം. രണ്ടാമത് പറയുന്നു, ബിലെയാമിന്റെ വഞ്ചനയുടെ വഴിയല്ല, പാപം ഇല്ലാത്തൊരു വഴിയിൽ ജീവിക്കുവാൻ സാധിക്കണം. മൂന്നാമത് കോരഹിന്റെ മത്സരം, പിറുപിറുപ്പുകളില്ലാതെ ഉള്ളതിൽ സന്തുഷ്ടനായി ജീവിക്കുവാൻ ദൈവമേ അനുഗ്രഹിച്ച് അനുവദിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമ്മുടെ ജീവിതത്തെ നമുക്ക് ക്രമീകരിക്കാം. ദൈവത്തിന്റെ അനുഗ്രഹം ധാരാളമായി ഉണ്ടാവട്ടെ. പരിശുദ്ധനായ പരിമൾ തിരുമേനിയുടെ മധ്യസ്ഥത നമുക്ക് കൂട്ടും കാവലുമാവട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം തമ്പുരാൻ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.